السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ومن هو الآية الكبرى لمعتبري، ومن هو النعمة العظمى لمغتنمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. واعلموا أمة سيدنا ومولانا محمد إن الإيمان ليأرز إلى المدينة كما تأرز الحية إلى جحرها. صدق محمد رسول الله صلى الله عليه وسلم. സർവാധരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ
വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരങ്ങളും ആ ഇസ്ലാമിന്റെ തനതായ രൂപങ്ങളും നമ്മളിലേക്ക് പകർന്നു തന്ന് ഈ നാട്ടുകാർക്കും പരിസര പ്രദേശത്തുകാർക്കും അല്ല, നാടൊട്ടുക്കുമുള്ള മുഴുവൻ ജനങ്ങൾക്കും വെളിച്ചം കാണിച്ചു നമ്മുടെ മുമ്പിൽ നടന്നിരുന്ന വലിയ ഒരു ജ്വലിക്കുന്ന വിളക്ക്. ഈ ഇരിക്കുന്നവർ എല്ലാവരും എന്ന് പറയാം കാണുകയും അനുഭവിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട അവേലത്തു തങ്ങൾ അവരുടെ ഉപ്പാപ്പമാരുമെല്ലാം അടങ്ങുന്ന ഈ മഹത്തായ മഖാമിന്റെ ഉറൂസ് പരിപാടിയിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമവും നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നമ്മളിൽ നിന്ന് സ്വാലിഹായ ഒരു കർമ്മമായി ഖബൂലാക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് ഖലീൽ തങ്ങൾ ഇവിടെ ഉണർത്തിയതുപോലെ അഹ്ലുബൈത്തിന്റെ നേതൃത്വമില്ലാതെ ഒരു പ്രസ്ഥാനത്തിനും ഒരു കാലത്തും ഇവിടെ വിജയം കൈവരിക്കാനായിട്ടില്ല എന്നതൊരു പരമസത്യമാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഫലപ്പത്ത് അതിന്റെ മുന്നിൽ എന്നും ചെറുതെങ്കിലും ചെറുത് ഒരു തങ്ങളുട്ടിയെ നിർത്തുന്ന സ്വഭാവം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കാരണം അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരിട്ടുള്ള തിരുശേഷിപ്പുകളാണ്, കലർപ്പില്ലാത്ത തിരുശേഷിപ്പുകളാണ് വാസ്തവത്തിൽ തങ്ങന്മാർ എന്നത് ലോകത്ത് ആർക്കും മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു പരമസത്യമാണ്. നേരത്തെ ഇവിടെ സൂറത്തുൽ കൗസറിന്റെ ആശയതലങ്ങളിലൂടെ ചർച്ച കടന്നുപോകുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പ്രത്യേകിച്ച് ഉണർത്തുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല തങ്ങൾക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ മുഫസ്സിറുകളിൽ പലരും ധാരാളം സന്താന പരമ്പരകൾ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ആധിക്യം സന്താന പരമ്പരയിൽ കാണാൻ ശ്രമിച്ചവരുണ്ടെങ്കിൽ അതൊരു ചെറിയ സംഭവമല്ല. അഹ്ലുബൈത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നേരിട്ട് രക്തബന്ധമുള്ള ഒരു വിഭാഗം ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് എന്നും നമുക്ക് താങ്ങും തണലുമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം മഹാന്മാരുമായി ബന്ധം പുലർത്തി നാളെ അവർ കൈപിടിക്കാൻ, മഹ്ശറിൽ വലയുന്ന നേരത്ത് നമ്മളെ കൈപിടിക്കാൻ അവരെത്തും വിധത്തില് അവരോടൊന്നിച്ചു ജീവിക്കാൻ
അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ വളരെ വ്യക്തമായി എഴുതിയത് കാണാം. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ശൈലി, തങ്ങന്മാരുടെ പക്ഷത്ത് ചെറിയ ചെറിയ വീഴ്ചകൾ വന്നാൽ പോലും അവരെ കുറ്റപ്പെടുത്തുന്നവരോട് അരുത്, തിന്മകളെ നിങ്ങൾ വിമർശിച്ചോളൂ, നിങ്ങൾ ചെയ്ത പണി വളരെ മോശമാണെന്ന് പറഞ്ഞോളൂ, ആ തങ്ങളെ നിങ്ങൾ അതിന്റെ പേരിൽ ചീത്ത വിളിക്കരുതെന്നും ദേഹോപദ്രവങ്ങൾ ഏൽപ്പിക്കരുതെന്നും ഉപദേശിച്ചിരുന്നവരായിരുന്നു കഴിഞ്ഞകാല പണ്ഡിതന്മാർ എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു വലിയ ഒരു സംഭവം ഉദ്ധരിച്ചുകൊണ്ട് സൂറത്തുൽ ഹുജറാത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഞാൻ അതിലേക്കൊന്നും കടന്നു വരികയല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു ചർച്ച ഈ സദസ്സിൽ നമുക്ക് നടത്തിപ്പിരിയാം. ധാരാളം അഹ്ലുബൈത്തിന്റെ മഹത്വങ്ങൾ കേട്ട സദസ്സ്, ഇനിയും ഒരുപാട് കേൾക്കാനിരിക്കുന്ന സദസ്സ്. അതുകൊണ്ട് ആ വിഷയത്തിലൂടെയല്ല ഞാൻ കടന്നുപോകുന്നത്. ഞാനിവിടെ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാനിവിടെ ഓതിവെച്ചത് തബാറക്കയിലെ സൂറത്തുൽ മുൽക്കിലെ ആദ്യത്തെ 2 വചനങ്ങളാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു. തബാറക്കല്ലദീ, ഒരുത്തനെല്ലാം തികഞ്ഞവനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബറക്കത്തുള്ളവനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ ഗുണങ്ങളും പൂർത്തീകരിച്ചവനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊട്ടലോ വിള്ളലോ നോക്കിയാൽ കാണാൻ പറ്റാത്ത വിധം അല്ലാഹുവിന്റെ എല്ലാ ബഹുമാനങ്ങളും ഭദ്രമാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. തബാറക്, ആ സൂറ അല്ലാഹു തുടങ്ങുന്നത് തന്നെ ആ ഒരു പദം കൊണ്ടാണെങ്കിൽ അതിന്റെ മഹത്വത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ അഭിപ്രായം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത്രയുമധികം അർത്ഥതലങ്ങളാണ് തബാറക്ക എന്ന പദത്തിന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത്. എങ്കിൽ അവരാ പറഞ്ഞ എല്ലാ ആശയങ്ങളെയും ഒന്നിപ്പിക്കുന്ന രൂപത്തിൽ ഇമാം നസഫി തങ്ങൾ നൽകുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. തബാറക്കല്ലദീ, തകാമല എന്നാണ് മഹാനവർകൾ അതിനർത്ഥം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ തബാറക്കല്ലദീ, ഒരുത്തനെല്ലാം തികഞ്ഞവനാണ്. ഒരുത്തനെല്ലാം തികഞ്ഞവനാണ്. എന്തുകൊണ്ടാണ് അല്ലാഹുവിന് ഈ പൂർണ്ണത ലഭിച്ചത്? എന്തുകൊണ്ടാണ് അല്ലാഹുവിന് ഈ മികവ് ലഭിച്ചത്? നിങ്ങളുടെ സങ്കല്പത്തിലും നിങ്ങളുടെ ഊഹത്തിലും എന്തൊക്കെ പൂർത്തീകരണത്തിന്റെ എന്തൊക്കെ സമ്പൂർണതയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് എണ്ണി പറയാൻ കഴിയോ? ആ കാര്യങ്ങളൊക്കെ തികഞ്ഞവനാണ് അല്ലാഹു. തബാറക്കല്ലദീ, ഒരുത്തനെല്ലാം തികഞ്ഞവനാണ്. ബിയദിഹിൽ മുൽക്ക്, ആ ഒരുത്തന്റെ നിയന്ത്രണത്തിലാണ് സർവാധിപത്യമുള്ളത്. സർവാധിപത്യം ആരുടെ നിയന്ത്രണത്തിലാണോ ഉള്ളത്, സർവാധിപത്യം ആർക്കാണോ ഉള്ളത്, ആ ഒരുത്തനെല്ലാം തികഞ്ഞവനാണ്. എല്ലാ അധികാരങ്ങളും അവനാണ്, അവന്റെ നിയന്ത്രണത്തിലാണ്. വാനവും ഭൂമിയും അവന്റെ നിയന്ത്രണത്തിലാണ്. ജിന്നും ഇൻസും അവന്റെ നിയന്ത്രണത്തിലാണ്. കടലും കരയും അവന്റെ നിയന്ത്രണത്തിലാണ്. എല്ലാ ജന്തുജാലങ്ങളും അവന്റെ നിയന്ത്രണത്തിലാണ്. സചേതന വസ്തുക്കളും അചേതന വസ്തുക്കളും അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ബിയദിഹിൽ മുൽക്ക്, എല്ലാ ഭാഗത്തും സർവകാര്യങ്ങളിലും
സർവാധിപത്യം ഉള്ള ഒരാളെന്ന് പറയുമ്പോൾ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവന് കഴിയാത്ത ഒരു കേസുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം നടക്കാത്ത ഒരു കാര്യം, സാധ്യമാകാത്ത ഒരു കേസ് അങ്ങനെയൊന്ന് പറയാനേ ഇല്ല. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഞാൻ പറഞ്ഞു വരുന്നത് സൂറത്തുൽ മുൽക്കിലെ ഈ ഒന്നാമത്തെ ആയത്ത് ഇതെന്താണ്? അള്ളാഹുവിന്റെ മികവ് പ്രഖ്യാപിക്കുന്ന ആയത്ത്. ഇതിന്റെ വിശദീകരണമാണ് സൂറത്തുൽ മുൽക്കിലെ തുടർന്നുള്ള 29 ആയത്തുകൾ. എങ്ങനെയാണ് അള്ളാഹു എല്ലാം തികഞ്ഞവനായത്? എങ്ങനെയാണ് അള്ളാഹുവിന് എല്ലാറ്റിനും കഴിവുള്ളവനായത്? ഇത് ചർച്ച ചെയ്യാണ് സൂറത്തുൽ മുൽക്കിലെ തുടർന്നുള്ള അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല തൊട്ട് തുടങ്ങുന്ന 29 ആയത്ത്, മൊത്തം 30 ആയത്ത്. അതിലിനി തുടർന്നു വരുന്ന 29 ആയത്തുകളിലും അള്ളാഹു ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിന്റെ മികവാണ്, അള്ളാഹുവിന്റെ സമ്പൂർണതയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ 29 ആയത്തും നമ്മൾ ചർച്ച ചെയ്യുകയല്ല. അള്ളാഹു എല്ലാം തികഞ്ഞവനാണെന്ന് പറയാൻ അള്ളാഹു ഒന്നാമതായി അതാ കൊണ്ടുവരുന്ന ചർച്ച ആകാശഭൂമികളെ പടച്ചത് ഞാനാണെന്നല്ല. അത് പിന്നീട് പറയുന്നുണ്ട്. അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ സിബാഖ എന്ന് പറഞ്ഞ് തുടർന്ന് പറയുന്നുണ്ട് 7 ആകാശങ്ങളെ തട്ടുതട്ടുകളായി പടച്ചു സംവിധാനിച്ചത് അല്ലാഹുവാണ്. അള്ളാഹുവിന്റെ നിറവാണത്, അള്ളാഹുവിന്റെ മികവാണത്. അള്ളാഹു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആകാശത്തെ സൃഷ്ടിച്ചത് മാത്രമല്ല, ഭൂമിയെ പടച്ചത് അവനാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്, അന്തരീക്ഷത്തെ നിയന്ത്രിക്കുന്നത് അവനാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് അവനാണെന്ന് പറയുന്നുണ്ട്, വെള്ളം നൽകുന്നത് അവനാണെന്ന് പറയുന്നുണ്ട്. വെള്ളം തരില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നിങ്ങളെ ചെറുതായൊന്ന് പാഠം പഠിപ്പിക്കാൻ ഒരുങ്ങിയാൽ, ആ അള്ളാഹു ചെറുതായൊന്ന് ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയാൽ അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് നിർവാഹമില്ല. ഇത് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു അവസാനം സൂറത്തുൽ മുൽക്ക് അവസാനിപ്പിക്കുന്നത്. ഞാനതിന്റെ വിശാലമായ വിശദീകരണത്തിലേക്ക് കടന്നുവരാതെ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പറയാൻ കരുതിയത് ആദ്യത്തെ ഒരു ആയത്ത് മാത്രമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലാഹു തആല ഈ ലോകങ്ങൾ ഇതൊക്കെ അല്ലാഹുക്ക് പറയാനുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പറയാണ് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ നിറവും മികവും അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും. അല്ലാഹുവാണ് മരണം എന്ന സംവിധാനം പടച്ചതവനാണ്. വൽ ഹയാത ജീവിതം പടച്ചതവനാണ്. മരണവും ജീവിതവും പടച്ചത് അല്ലാഹുവാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. എന്തിനാണ് അല്ലാഹു തആല മരണവും ജീവിതവും പടച്ചത്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. അല്ലാഹു തആല വെറുതെയല്ല ജീവിതവും മരണവും പടച്ചത്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുക? ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവനാരാണെന്ന് അല്ലാഹു നോക്കിക്കാണാനാണ് ഈ ഭൂമി ലോകത്ത് നിങ്ങളെ പടച്ചത്. നിങ്ങൾക്ക് അല്ലാഹു തആല മൗത്തും ഹയാത്തും പടച്ചത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. അവിടുന്ന് നമുക്ക് ചർച്ച ഇങ്ങ് ആരംഭിക്കാം. വഹുവൽ അസീസുൽ ഗഫൂർ എന്നതുവരെ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യും. എന്താണ് അല്ലാഹു തആല ഈ പറഞ്ഞു വെച്ചത്? മരണവും ജീവിതവും പടച്ചിരിക്കുന്നത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അല്ലാഹു ആദ്യം നമുക്കൊരു മരണം തന്നു, പിന്നീട് ഹയാത്ത് തന്നു. ആ ഹയാത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അല്ലാഹു നമുക്കൊരു മരണം തന്നു, ആ മരണത്തിന് പിറകിൽ ഒരു ഹയാത്ത് തന്നു.
ആ ഹയാത്തിലാണ് ഇന്ന് നമ്മളിപ്പോഴുള്ളത്. ഇനിയൊരു മൗത്ത് വീണ്ടും വരും, വീണ്ടും ഒരു ഹയാത്ത് വരും. ഇങ്ങനെ ഓരോ മനുഷ്യന്റെ അളവിലും രണ്ട് ജീവിതവും രണ്ട് മരണവും വരുന്നു. അള്ളാഹു ആദ്യം പടച്ചത് ജീവിതമാണോ മരണമാണോ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്നുള്ളതിന്റെ മുമ്പ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. അല്ലാഹു തആല ആദ്യം പറഞ്ഞത് അതാണ്, മരണവും ജീവിതവും അവനാണ് പടച്ചത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. അപ്പൊ അല്ലാഹു ആദ്യം പടച്ചു എന്ന് പറഞ്ഞത് മരണത്തെയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്തു, എന്താണാവോ ഇതിന് കാരണം? അല്ലാഹു തആല മരണത്തെ പടച്ചു എന്ന് ആദ്യം പറയാൻ കാരണം, സത്യത്തിൽ മനുഷ്യൻ ജീവിക്കുന്ന, മരിക്കുന്ന, വീണ്ടും ജീവിക്കുന്ന, ഇങ്ങനെയല്ലേ മനുഷ്യന്റെ അവസ്ഥ? അല്ല, മനുഷ്യൻ ആദ്യം മരിച്ചിരിക്കുക, പിന്നെ ജീവിച്ചു, ഇനിയും മരിക്കും, പിന്നെയും ജീവിക്കും. അങ്ങനെയാണ് ഇതിന്റെ തർത്തീബ്. ഖുർആൻ എത്രയോ സ്ഥലത്ത് പറഞ്ഞതാണ്. ഈ സ്ഥലത്ത് വ്യക്തമായ ഖുർആൻ ആദ്യം പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അല്ലദീ ഖലഖൽ ഹയാത വൽ മൗത എന്നല്ല പറഞ്ഞത്. ജീവിതവും മരണവും പടച്ചു എന്നല്ല, മരണവും ജീവിതവും നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല പടച്ചു. അപ്പൊ ഈ മരണം എന്ന് പറയുന്നത് നമ്മിൽ പലരും മനസ്സിലാക്കിയതുപോലെ ശുദ്ധശൂന്യതയല്ല മരണം. മരണം എന്ന് പറഞ്ഞത് ഒന്നുമില്ലാത്ത ഒരവസ്ഥ, അതല്ല മരണം. മരണം എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഒരു മഖ്ലൂഖാണ്, അള്ളാഹുവിന്റെ ഒരു പടപ്പാണ്. ഏതുപോലെ? ഹയാത്ത് അള്ളാഹുവിന്റെ പടപ്പായതുപോലെ ജീവിതം എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഒരു പടപ്പാണോ എങ്കിൽ അതുപോലെ മറ്റൊരു മഖ്ലൂഖാണ് മൗത്ത്. അതുകൊണ്ടല്ലേ അല്ലാഹ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ഹയാത്തിനെയും മൗത്തിനെയും പടച്ചവനാണ്. അപ്പൊ ഇത് രണ്ടും മഖ്ലൂഖാണ്, അള്ളാഹുവിന്റെ പടപ്പുകളാണ്. സംശയിക്കണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ആദ്യം എന്താണ് മരണം എന്നത് നിർവചിക്കണം. എന്താണ് മരണം? ശുദ്ധശൂന്യതയല്ല മരണം, ശുദ്ധശൂന്യതയല്ല മരണം. മരണം എന്ന് പറയുന്നത് ആത്മാവും ശരീരവും തമ്മിൽ ബന്ധമില്ലാത്ത അവസ്ഥക്കാണ് മരണമെന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ ഇനി മരിക്കും, അതിന്റെ അർത്ഥം എന്താ? ഒന്നുമില്ലാതെ ആവുക, ശുദ്ധശൂന്യത വരുന്നു അല്ല. നമ്മുടെ ആത്മാവിന് അപ്പോഴും ഒന്നും പറ്റുന്നില്ല. നമ്മളിപ്പം മരിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴോ ഒന്ന് ഞാൻ മരിക്കും, ഇപ്പൊ ജീവിതത്തിലാണ്, മരിക്കും. മരിക്കുന്ന സമയത്ത് എന്റെ ബോഡിക്കല്ലേ പ്രിയപ്പെട്ട സുഹൃത്തെ മരണം വന്നത്? എന്റെ ആത്മാവിന് ഒന്നും പറ്റുന്നില്ല. ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിയലല്ല മരണം, മറിച്ച് ശരീരവും ആത്മാവും തമ്മിൽ ബന്ധമില്ലാത്ത അവസ്ഥക്കാണ് മരണമെന്ന് പറയുന്നത്. ആ ഒരവസ്ഥ ഇനി എനിക്ക് വരാനുണ്ട്, അതിന്റെ പേര് മരണമാണ്. മുമ്പൊരിക്കൽ എന്റെ ആത്മാവിന് ഇങ്ങനെ ഒരവസ്ഥ വന്നിട്ടുണ്ട്, അതെന്റെ ഒന്നാം മരണമാണ്. കാരണം അല്ലാഹു ഈ കാണുന്ന എന്റെ ബോഡി പടക്കുന്നതിന്റെ മുമ്പ് എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാർ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ, നിങ്ങളുടെയൊക്കെ ബോഡി അല്ലാഹു പടക്കുന്നതിന്റെ മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു ആലമുൽ അർവാഹിൽ റൂഹുകളെ പടച്ചിട്ടുണ്ട്. അല്ലാഹു റൂഹുകളെ പടച്ചിട്ടുണ്ട്. ആ റൂഹ് ശരീരത്തിൽ കയറിയിട്ടില്ലായിരുന്നു. അതൊരു മരണമാണ്. ഒന്നാമത്തെ മരണം അതാണ്. ഇതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ അളവിൽ ആദ്യം വന്നത് മൗത്താണ്. അല്ല, അന്ന് ആ റൂഹിന് മരണമില്ല, അന്ന് ആ റൂഹിന് ഹയാത്തുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ, ആ പറഞ്ഞ സംഗതി നമ്മൾ മരിച്ചു കഴിയുമ്പോഴും നമ്മുടെ റൂഹിനുണ്ട്. റൂഹ് മരിക്കുന്നില്ല. അതുകൊണ്ട് റൂഹും ആത്മാവും തമ്മിൽ ബന്ധമില്ലാത്ത അവസ്ഥ, ഇതാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ആദ്യം വന്നത്. പിന്നീട് അല്ലാഹു ആ ആത്മാവിന് പാകപ്പെട്ട ഒരു ശരീരം അതല്ലാഹു അതാ പാകപ്പെടുത്തി എടുത്തതിന്റെ ശേഷം ആ
ആ ആത്മാവിനെ ആ ശരീരത്തിൽ അല്ലാഹു സന്നിവേശിപ്പിക്കുന്നു. ഏതോ ഒരുമ്മയുടെ ഗർഭപാത്രത്തിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ ശരീരം, ആ ശരീരം രൂപപ്പെട്ടു വന്നപ്പോൾ മലക്കുകൾ വഴി അല്ലാഹു ആ ആത്മാവിനെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. അതേ, ഒരു ഡ്രൈവറെ പോലെ നമ്മുടെ ശരീരമാകുന്ന വാഹനം ഓടിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് ഈ കാണുന്ന ബോഡിയില് എന്റെ മുമ്പിലിരുന്ന് പ്രസംഗം ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരിമാരുടെ ബോഡികളില്, നിങ്ങളെ ശരീരങ്ങളിൽ ഈ ഡ്രൈവറുണ്ട്. ഡ്രൈവറുള്ള കാലത്തോളം ഡ്രൈവ് ചെയ്ത് ഈ ശരീരം മുന്നോട്ടോടിച്ചുകൊണ്ടിരിക്കും. എപ്പോഴാണോ വാഹനം ഉപയോഗശൂന്യമാകുന്നത്, മുന്നോട്ടുപയോഗിക്കാൻ കൊള്ളാതാകുന്നത്, ആ സമയത്ത് എപ്പോഴാണോ പടച്ച റബ്ബിന്റെ കൽപ്പന വരുന്നത്, ഉടനെ നമ്മുടെ ഡ്രൈവർ വാഹനം വിട്ടിറങ്ങിപ്പോകും. അതാണ് രണ്ടാം മരണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ടാം മരണം. നമ്മൾ അതിനെ മരണം എന്ന് വിളിക്കാറുള്ളൂ. സത്യത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യം വരുന്നത് മരണം. ശരിക്കും ഒരു ഡ്രൈവറും വണ്ടിയും അത് തന്നെയാണ്. 100% പൊരുത്താണത്. വണ്ടി ഒരിക്കലും മുന്നോട്ട് ഓടുന്നില്ലെങ്കിൽ ഡ്രൈവർ അത് സൈഡാക്കിയിട്ട് ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ പണിക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി കയറ്റിയിടും. എന്നാൽ ഈ ഡ്രൈവറും ശരീരവും തമ്മിലുള്ള അതേ ബന്ധാണ്, ഡ്രൈവറും വണ്ടിയും തമ്മിലുള്ള ബന്ധാണ് റൂഹും ശരീരവും തമ്മിലെന്ന് പറയുമ്പോൾ അതിന് വല്ല പൊരുത്തക്കുറവുണ്ടോ? ആ ഉദാഹരണത്തിന് ഉണ്ടെങ്കിൽ ഒരൊറ്റ പൊരുത്തക്കുറവേ ഉള്ളൂ. അതെന്താ? ഒരു ഡ്രൈവർ അയാളുടെ വാഹനം ഉപയോഗശൂന്യമാണെന്ന് കണ്ടാൽ ഒറ്റയടിക്ക് അത് ഉപേക്ഷിക്കണമെന്നില്ല. ഉദാഹരണത്തിന് ഹൈവേയുടെ നടുക്ക് വെച്ചാണ് വണ്ടി സ്റ്റക്കായി പോയതെങ്കിൽ എങ്ങനെയെങ്കിലും തള്ളി, മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണെങ്കിൽ അത് ചോദിച്ച് ഒന്ന് സൈഡാക്കാൻ ശ്രമിക്കും. അതുപോലും ചെയ്യൂല ആര്? നമ്മുടെ ആത്മാവാകുന്ന ഡ്രൈവർ. നടു റോട്ടിലാണെങ്കിൽ നടു റോട്ടിൽ ഒരു കാല് ട്രെയിനിലേക്ക് എടുത്തു വെച്ചു, അപ്പോഴാണ് ഡ്രൈവറോട് ഇറങ്ങാൻ പറയുന്നത്. ഒരു കാല് റോട്ടിലാണ്, പ്ലാറ്റ്ഫോമിലാണ്, അതേ അവസ്ഥയിൽ അങ്ങ് മരിക്കും. രണ്ടാമത്തെ കാലം എടുത്തു വെക്കാനുള്ള അനുമതി ഉണ്ടാവില്ല. വണ്ടി ഇറങ്ങട്ടെ എന്ന് പറയാൻ സമയം ഉണ്ടാവില്ല. വിമാനം താഴെ ഇറങ്ങട്ടെ, എന്റെ കുടുംബക്കാരെയൊക്കെ ഒന്ന് കാണട്ടെ, സമയമല്ല. ഏത് സമയത്താണോ പറയുന്നത് ആ സെക്കൻഡിൽ ഇറങ്ങിയിരിക്കും. ഈ ഒരൊറ്റ പൊരുത്തക്കേടല്ലാതെ വേറെ പൊരുത്തക്കേടുകളൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് അല്ലാഹു തആല പറഞ്ഞത്. വകൈഫ തക്ഫുറൂന ബില്ലാഹ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് ചോദിക്കുന്നത് കാണാം, നിങ്ങളെങ്ങനെയാണ് അല്ലാഹുവിനെ നിഷേധിക്കുന്നതും അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുന്നതും? മനുഷ്യരെ, എങ്ങനെയാണ് നിങ്ങൾ അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുന്നത്? ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്താ കാരണം? കുന്തും അംവാതൻ, നിങ്ങൾ മരിച്ചു കിടക്കുകയായിരുന്നു. ഫഅഹ്യാകും, അങ്ങനെ അല്ലാഹു നിങ്ങളെ ജീവിപ്പിച്ചു. മരിച്ചു കിടക്കുന്ന നിങ്ങളെ ജീവിപ്പിച്ചവനാണ് അല്ലാഹു. കുന്തും അംവാതൻ ഫഅഹ്യാകും, നിങ്ങൾ മരിച്ചു കിടക്കുകയായിരുന്നു. എന്താ ഞാൻ പറഞ്ഞത്? ഈ മരണം കൊണ്ട് ഉദ്ദേശിച്ചത് ശുദ്ധശൂന്യതയല്ല. മരണം എന്ന മഖ്ലൂഖ് അങ്ങനെ തന്നെയാണ്, അതൊരു പടപ്പാണ്. നമ്മൾ ആത്മാവ് മാത്രമുള്ള ലോകം. കുന്തും അംവാത ഫഅഹ്യാകും, പിന്നെ ആത്മാവിന് പറ്റിയ ശരീരത്തിലേക്ക് അതിനെ സന്നിവേശിപ്പിച്ചു, നിങ്ങൾക്ക് ജീവിതം നൽകി അല്ലാഹു. സുമ്മ യുമീതുക്കും, പിന്നീട് എപ്പോഴാണോ കാലാവധി എത്തുന്നത് ആ സമയത്ത് അല്ലാഹു നിങ്ങളെ മരിപ്പിക്കും. സുമ്മ യുഹ്യീക്കും, വീണ്ടും അല്ലാഹു നിങ്ങളെ ജീവിപ്പിക്കും. അപ്പൊ മരണം, ജീവിതം, മരണം, വീണ്ടും ജീവിതം. ഇവിടെ മാത്രമല്ല, ഒരു ആയത്തിൽ വളരെ വ്യക്തമായി തർത്തീബായി അല്ലാഹു പറഞ്ഞതായി ഇപ്പൊ ഞാൻ ഓതിയത്. വകൈഫ തക്ഫുറൂന ബില്ലാഹി വകുന്തും അംവാതൻ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും. കൃത്യമായി പറയുന്നു, മരണം, ജീവിതം, മരണം, ജീവിതം. വളരെ കൃത്യമായിട്ടാണ്. ഇതാ ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടു മരണവും രണ്ട് ജീവിതവുമുണ്ട്. അതിലൊന്നാമത്തെ മരണവും ജീവിതവും അല്ലാഹു തന്നു.
ഒരു വിശ്വാസിയെ ഒരു തവണയെ ഒരു മാളത്തിൽ നിന്ന് പാമ്പ് കടിക്കൂ. ഇതാണ് പൊതുവേ നമ്മൾ എപ്പോഴും പറഞ്ഞു വരാറുള്ളത്. മുത്തുനബിയുടെ വാക്കുമാണത്. മുത്തുനബിയുടെ വാക്കാണ്. ലാ യുൽദഗുൽ മുഅ്മിനു മിൻ ജുഹരിൻ മറത്തൈനി. ഒരു മാളത്തിൽ നിന്നൊരു വിശ്വാസിയെ 2 തവണ പാമ്പ് കടിക്കില്ല, വിഷം തീണ്ടുകയില്ല. ചിന്തിക്കണം സുഹൃത്തുക്കളെ. ഒരു മരണവും ജീവിതവും നമുക്ക് കിട്ടിയപ്പം പാഠം പഠിക്കണം. അതാണ് അല്ലാഹ് പറഞ്ഞത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആ മൗത്തും ഹയാത്തും നമുക്ക് കിട്ടി കേട്ടോ. പഠിക്കാൻ മാത്രം അല്ലാഹു നമ്മുടെ മുമ്പിൽ വെച്ചു. ഇവിടെ നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ അടുത്ത മരണവും ജീവിതവും അതെന്തിനാണ്? അത് നമുക്ക് ആരാ നന്നാവുക എന്ന് അല്ലാഹ് പരീക്ഷിക്കാനുള്ള ലോകമല്ല, പരീക്ഷിച്ചറിഞ്ഞതിന്റെ റിസൾട്ട് തരാനുള്ള ലോകമാണ്. അതാണ് രണ്ടാമത്തെ മരണവും ജീവിതവും. ഈ ബോധമുണ്ടാവണോ? അങ്ങനെ 2 മരണവും 2 ജീവിതവും ഒക്കെ ഉണ്ടോ? അത് വെറുതെ പറയല്ലേ. ഒന്നാമത്തെ മരണം എന്ന് പറയുന്നത് ഒരു ശുദ്ധ ശൂന്യതയല്ലേ, വെറുതെ തോന്നാണ്. ഇതൊക്കെ നമ്മൾ അംഗീകരിക്കും. എപ്പോഴാ അംഗീകരിക്കാന്നറിയോ? നാളെ നരകത്തിൽ കിടന്നു വെന്തെരിയുന്ന സമൂഹം വിളിച്ചു പറയുന്ന വാക്ക് വിശുദ്ധ ഖുർആനിലുണ്ട്. ഖാലൂ, നരകാവകാശികൾ പറയുന്നതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ ഒരിടത്ത് പറയുന്നു. ഖാലൂ, അവര് പറയും. എന്താ പറയാ? റബ്ബനാ അമത്തന സ്നതൈനി വഅഹ്യൈതന സ്നതൈൻ ഫഅ്തറഫ്നാ ബിദുനൂബിനാ. നോക്ക് നിങ്ങൾ, എത്ര നല്ല വാക്കാ. ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ. അല്ലാഹുവിനോട് നാളെ നരകത്തിൽ നിന്ന് പറയും. ഇന്നിതൊന്നും പറഞ്ഞാ തലേ കേറൂല. എന്ത് മരണം? നമുക്കൊരു ജീവിതേ ഉണ്ടായിട്ടുള്ളൂ. ഇനിയൊരു മരണം വരാനുണ്ട്. നമുക്കിതേ അറിയൂ. 2 മരണവും ജീവിതമൊന്നും ഇല്ല. പറയണ്ട. നാളെ പരലോകത്ത് വെച്ച് ബോധ്യപ്പെടാൻ പോവുകയാണ്. നരകത്തിൽ അദാബ് അനുഭവിക്കുമ്പോ അവര് പറയും, റബ്ബനാ അമത്തന സ്നതൈൻ. ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങളെ 2 വട്ടം മരിപ്പിച്ചു. 2 വട്ടം മരിപ്പിച്ചു. ഇതിനുത്തരം റെഡിയാവണമെങ്കിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് പറയണം. അത് വിശ്വസിക്കണം. റബ്ബനാ അമത്തന സ്നതൈനി വഅഹ്യൈതന സ്നതൈൻ. 2 തവണ നീ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു റബ്ബേ. ഒന്നാമത്തെ ജീവിതവും മരണവും ആയപ്പോ ഞങ്ങൾ പഠിക്കേണ്ടിയിരുന്നു, പഠിച്ചില്ല. ഇപ്പൊ 2 മരണവും 2 ജീവിതവും ആയപ്പോ പാഠത്തോട് പാഠം പഠിച്ചു. ഇപ്പൊ അറിഞ്ഞു. അതുകൊണ്ട് ഫഅ്തറഫ്നാ ബിദുനൂബിനാ. ഒന്നാമത്തെ ജീവിതത്തിൽ ഞങ്ങൾ കുറ്റങ്ങൾ സമ്മതിച്ചില്ല. ഇതാ 2ാം മരണവും 2ാം ജീവിതവും ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോ ഫഅ്തറഫ്നാ ബിദുനൂബിനാ. ഇന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഫഅ്തറഫ്നാ ബിദുനൂബിനാ. അല്ലാഹുവേ, ഒരുപാട് പാളിച്ചകൾ ഞങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അപാകതകൾ, ഞങ്ങളുടെ അരുതായ്മകൾ. അല്ലാഹുവേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിതാ സമ്മതിച്ചു പറയുന്നു. ഫഅ്തറഫ്നാ ബിദുനൂബിനാ. ഞങ്ങളുടെ അപരാധങ്ങൾ ഞങ്ങൾ സമ്മതിക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത് പിഴവ് പറ്റിയിട്ടുണ്ട്, ഞങ്ങൾക്ക് അബദ്ധങ്ങൾ പിണഞ്ഞിട്ടുണ്ട്, തെറ്റുപറ്റിയിട്ടുണ്ട്. ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ. വീണ്ടും ദുനിയാവിലേക്ക് ഒരു മടക്കത്തിന് വല്ല പഴുതുമുണ്ടോ? ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ. 1 മരണവും ജീവിതവും ആയപ്പോ പഠിച്ചില്ല. 2 ജീവിതവും മരണവും ആയപ്പോ പഠിച്ചു. ഇനി ഒരു ജീവിതവും മരണവും കൂടെ തരികയാണെങ്കിൽ ഞങ്ങൾ സ്വാലിഹീങ്ങളായിട്ട് തിരിച്ചു വരാം. ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ. അല്ലാഹു തആല ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എന്തിനാ ഇത് നിങ്ങളോട് പറഞ്ഞതെന്നറിയോ? ശരിക്ക് ചിന്തിക്കണം. നമ്മൾ ഇപ്പോൾ ഉള്ളത് സമയം നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പൊ നമ്മളുള്ളതിൽ യബ്ലുവകും അയ്യുകും അഹ്സനു അമല എന്ന് പറഞ്ഞ ആ മൗത്തും ഹയാത്തും നമുക്ക് അല്ലാഹു തന്നിരിക്കുക. മൗത്ത് കഴിഞ്ഞു, ഹയാത്തും. ഇനി നമ്മളെങ്ങനെ പരീക്ഷിക്കുക? അല്ലാഹു ആരാണ് കൃത്യമായിട്ട് ഇബാദത്ത് ചെയ്യുക? ആരാണ് നല്ലത് പ്രവർത്തിക്കുക? ആരാണ് പടച്ചറബിന് പൊരുത്തമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ഞാൻ നിങ്ങളോട് പറയാൻ കരുതിയ വാദം ഇതാണ്. ഈ ആശയം നിങ്ങളുടെ
മനസ്സിലുറപ്പിച്ചതിന്റെ ശേഷം പറയാൻ കരുതിയ വഅദിതാണ്. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുക, ഏറ്റവും നന്നായി പ്രവർത്തിക്കുക ആരാണെന്ന് നോക്കാനാണ് അല്ലാഹു ഈ ഭൂമി ലോകത്ത് നിങ്ങളെ മരിപ്പിച്ചതും ജീവിപ്പിച്ചതോ. അല്ലാഹു വ്യക്തമായി പറയുന്നു, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അപ്പോ എന്തിനാ ഈ ഭൂമിയിലേക്ക് അല്ലാഹു പറഞ്ഞയച്ചത്? ഉത്തരം കൃത്യാണ്. ഉത്തരം കൃത്യാണ്. എന്തിനാണ് അല്ലാഹു തആല ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയച്ചത്? ഈ ഒരൊറ്റ ചർച്ച മാത്രം ചെയ്തിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. എന്തിനാ പറഞ്ഞയച്ചത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ആരാണ് നല്ല പണി എടുക്കുക എന്ന് നോക്കാൻ വേണ്ടിയാണ്. ഏറ്റവും നന്നായി പ്രവർത്തിക്കുക ആരാണെന്ന് നോക്കാൻ വേണ്ടിയാണ്. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു, ഈ ആയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു പറഞ്ഞത് ലിയബ്ലുവകും അയ്യുകും അക്സറു അമലാ എന്നല്ല. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നത് ആരാണെന്ന് നോക്കാനാണ് അല്ലാഹു ഇങ്ങോട്ട് വിട്ടതെന്നല്ല. പിന്നെ പറഞ്ഞതെന്താ? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളെ കൂട്ടത്തില് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവനാരാണെന്ന് നോക്കാനാണ്. ഒരുപാട് ഇബാദത്ത് ചെയ്യുക എന്നതിനല്ല പ്രസക്തി, ചെയ്യുന്നത് നന്നായി ചെയ്യുക, അതിനാണ് പ്രസക്തി. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ഇഹ്സാൻ. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ ജിബ്രീൽ വന്നിട്ട് എന്താണ് ഇഹ്സാൻ എന്ന് ചോദിക്കുന്നു. അല്ലേ? അതിന് മറുപടിയും പറയുന്നു. എന്ത്? അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ നിന്റെ റബ്ബിനെ ആരാധിക്കലാണ് ഇഹ്സാൻ. എന്താണ്? എങ്ങനെ ആരാധിക്കണം? കഅന്നക തറാഹു, റബ്ബിനെ കാണുന്നുണ്ടെന്ന മട്ടിൽ റബ്ബിനെ ആരാധിക്കണം. അല്ലാഹനെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന നിലയിലായിരിക്കണം ആരാധിക്കേണ്ടത്. ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ റബ്ബിനെ കാണുന്നില്ലെങ്കിൽ റബ്ബ് നിന്നെ കാണുന്നുണ്ടെന്ന ബോധം വേണം കേട്ടോ. ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. കണ്ടോ നിങ്ങൾ? അല്ലാഹ് അങ്ങനെ കാണുന്നുണ്ട് എന്നുള്ള നിലക്ക് ആരാധിക്കുമ്പോൾ അതിനുള്ള ഗുണം എന്താ? നല്ല പണിയേ ചെയ്യുള്ളൂ, വേണ്ടാത്തരങ്ങളൊന്നും ചെയ്യൂല. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല എന്നുള്ളതിന്റെ ഒരർത്ഥത ആരാണ് നല്ല പണി ചെയ്യുന്നതെന്ന് നോക്കാൻ. അപ്പൊ അല്ലാഹു എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്ക് ഭക്ഷണം തരുന്ന, എനിക്ക് വെള്ളം തരുന്ന, എനിക്ക് വായു നൽകുന്ന എന്റെ റബ്ബ് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ശ്രദ്ധ ഉണ്ടാകുമ്പോ നല്ല പണിയേ ചെയ്യുള്ളൂ. നിസ്കരിക്കുക, നോമ്പോൽക്കുക, ഖുർആൻ ഓതുക, നല്ല പണികൾ മാത്രമേ ചെയ്യുള്ളൂ. വ്യഭിചരിക്കൂല, കള്ളു കുടിക്കൂല, ചീത്ത പറയൂല, ഗീബത്ത് പറയൂല, നമീമത്ത് പറയൂല, കളവും ഫസാദും ഒന്നും നടത്തൂല. എന്താ കാരണം? അള്ളാഹു നോക്കുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോൾ. രണ്ടാമത്തേത്, നല്ല പണിയേ ചെയ്യുള്ളൂ എന്നല്ല, ആ നല്ലത് തന്നെ നന്നാക്കി ചെയ്യും. അതിന് വലിയ പ്രസക്തിയുണ്ട്. കുറേ അങ്ങോട്ട് ചെയ്യാന്നല്ല, ഇബാദത്ത് ചെയ്യാന്നുള്ളതിനല്ല പ്രസക്തി. ചെയ്യുന്ന ഇബാദത്ത് നന്നാക്കി ചെയ്യുക. മുതലാളി ഇങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ പണിക്കാരന്റെ പണിക്ക് നല്ല വൃത്തി ഉണ്ടാവും, ആത്മാർത്ഥത ഉണ്ടാവും. അല്ലെങ്കിൽ ഭാര്യ വലിച്ചിട്ടൊരു പണിയായിരിക്കും. എന്നുപോലെ അള്ളാഹു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയാൽ എന്റെ പണി നന്നാവും. അപ്പൊ ഇഹ്സാൻ എന്ന് പറഞ്ഞതിന്റെ ആകത്തുക നല്ലത് ചെയ്യുക, നന്നാക്കി ചെയ്യുക എന്നാണ്. നല്ലത് പ്രവർത്തിക്കുക, ആ നല്ലത് നന്നാക്കി ചെയ്യുക, ഇതാണ് ഇഹ്സാൻ. ഇത് സാധ്യമാകണമെങ്കിൽ അള്ളാഹുവിനെ ഞാൻ കാണുന്നുണ്ട് എന്ന ഒരു മാനസികാവസ്ഥയിൽ ഞാൻ ഇബാദത്ത് ചെയ്യണം. അത് ഞാൻ വെറുതെ അങ്ങനെ കരുതല്ലേ, ഞാൻ അള്ളാഹിനെ കാണുന്നില്ലല്ലോ. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ റബ്ബിനെ കാണുന്നില്ല, കാണുന്നുണ്ടെന്ന മട്ടിൽ ആരാധിക്കണം. എന്തിന്? നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്.
അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും ഇങ്ങോട്ട് കാണുന്നുണ്ടെന്ന ബോധമുണ്ടായാലും പണി നന്നാവും. അല്ലേ? ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചു വാഹനമോടിക്കുന്നയാള് പോലീസിനെ കാണുന്നതോടുകൂടെ അയാൾ ബെൽറ്റ് വലിച്ചിടുന്നു. അല്ലേ? കാക്കി ധരിക്കാനുള്ളവരാണെങ്കിൽ കാക്കി ധരിക്കുന്നു. പോലീസിനെ കാണുമ്പോഴുള്ള പേടിയാ. ഇനി പോലീസിനെ കാണുന്നും വേണ്ട, പോലീസ് എന്നെ കാണുന്നുണ്ടെന്ന ബോധമുണ്ടായാൽ മതി. ഞാൻ വണ്ടി ഓടിച്ചിങ്ങനെ പോകുമ്പോ ഇവിടെ നിന്ന് കുറച്ചങ്ങ് ചെല്ലുമ്പോ ഒരാൾ എനിക്കൊരു സിഗ്നൽ തരുന്നു. എന്താ സിഗ്നൽ? ഒരു സിഗ്നൽ തന്നു. ക്യാമറയുണ്ടപ്പുറത്ത്, ഒളിക്യാമറ വെച്ച് പോലീസ് അപ്പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. സൂചിപ്പിച്ചു, എഴുത്തുണ്ടവിടെ. അപ്പോഴേക്ക് ഞാൻ ബെൽറ്റിട്ടു. ഞാൻ പോലീസിനെ കണ്ടിട്ടില്ല, പക്ഷേ പോലീസ് എന്നെ കാണുന്നുണ്ട്, ദൂരെ നിന്ന് ക്യാമറ വെച്ച് വീക്ഷിക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോഴേക്ക് എന്റെ പണി കണ്ടോ നന്നാകുന്നത്? അത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിയമത്തിനനുസൃതമാകുന്നത് കണ്ടില്ലേ? എന്നതുപോലെ പടച്ച റബ്ബെന്നെ കാണുന്നുണ്ടെന്ന ബോധമുണ്ടാകുമ്പോ എന്റെ പണി നന്നാകും. ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ഇവിടെ സൃഷ്ടിച്ചു വെച്ചത് ആരാണ്? നമ്മളെ കൂട്ടത്തിൽ നല്ലത് പ്രവർത്തിക്കുക, ആരാ വേണ്ടാത്തരം ചെയ്യാന്ന് നോക്കാനും അത് തിരിച്ചറിയാനുമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ചോദിക്കട്ടെ, സഹോദരങ്ങളെ, നമ്മളെ അവസ്ഥ എന്താണ്? ഇന്ന് നമ്മളിൽ നിന്ന് പടച്ച റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്നാൽ ഇവിടെ അനുസ്മരിക്കപ്പെടുന്ന സാദാത്തുക്കളിലേക്കൊന്ന് തിരിച്ചു പോകുക. അവർ നമുക്ക് മുമ്പേ നടന്നു വഴി കാണിച്ചു തന്നു. മക്കളെ, പടച്ച റബ്ബിനാൽ നിയന്ത്രിക്കപ്പെടുന്ന നമ്മൾ ജീവിക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ, പറഞ്ഞു തന്നു. അല്ലേ? സാദാത്ത്, അവേലത്ത് സാദാത്തിനെ എന്നേക്കാളേറെ പരിചയമുള്ളവരാ നിങ്ങൾ. അവരുടെ ജീവിത ശൈലിയെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പറഞ്ഞറിയിക്കാൻ ഞാൻ അശക്തനാണ്. എന്നാൽ നിങ്ങൾക്ക് ഏറെ പറയാനറിയും. മണിക്കൂറുകളോളം അവരുടെ നിസ്കാരത്തിന്റെ, അവരുടെ നോമ്പിന്റെ, അവരുടെ ഖുർആൻ പാരായണങ്ങളുടെ, അവരുടെ ദീനീ പ്രവർത്തനങ്ങളുടെ മികവുകൾ പറയാൻ ഈ ഉള്ളവർക്കറിയും. നിങ്ങൾക്കൊക്കെ കഴിയും. ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നു, ഈ പ്രസ്ഥാനത്തിനു മുമ്പിൽ നടന്നു നമുക്ക് വഴി കാണിച്ച, ഇപ്പോ ഈയിടെ തൊട്ടടുത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ വലിയ ഒരു മഹാൻ, ആ മഹാനിലേക്ക് ചേർത്തു വെച്ചിട്ട് ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല എന്ന് പറഞ്ഞ ഈ ആയത്തിനോടൊപ്പം നമ്മൾ ഒരു ചെറിയ വിചാരപ്പെടൽ ഈ സദസ്സിൽ രൂപപ്പെടുത്തിയെടുക്കാൻ മാത്രമാണ് ഞാൻ കരുതുന്നത്. താജുൽ ഉലമയോടൊപ്പം എന്തിന് നമ്മളൊക്കെ എവിടെയാ ഉള്ളതെന്ന് നമുക്ക് സ്വന്തം ഒന്ന് തിരിച്ചറിയാൻ. ഈ ഭൂമി ലോകത്ത് ആരാണ് നല്ലത് ചെയ്യുന്നത് എന്ന് നോക്കാനാണ് അല്ലാഹു തആല നമ്മളെ ഭൂമിയിൽ പടച്ചുവിട്ടത്. അത് സാധ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണം? നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും അല്ലാഹു ഖുദ്റത്ത് തരണം. അത് തന്നിട്ടുണ്ട്. കള്ള് കുടിക്കുമ്പോൾ നമുക്ക് കുടിക്കാൻ കഴിയാതിരിക്കില്ല, തൊണ്ടയെ കെട്ടൂല. പാല് കുടിക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്നത് പോലെ കള്ളു കുടിച്ചാലും ഇറങ്ങിപ്പോകും. അല്ലാഹു തന്നതാണ്. അല്ലാഹു തആല പറഞ്ഞു, മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചു. അത്ഭുതകരമായ വസ്തുവിൽ നിന്നാ മനുഷ്യനെ സൃഷ്ടിച്ചത്. ബാപ്പയുടെ ബീജഗണവും ഉമ്മയുടെ അണ്ടവും, അതാണ് മിൻ നുത്ഫത്തിൻ അംശാജ്. സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇതിൽ നിന്നാ മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചെടുത്തത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ആ മനുഷ്യന് നല്ലതും ചീത്തയും വേർതിരിച്ചറിയാനുള്ള ശേഷി ഞാൻ കൊടുക്കണം. അതാണ് ഫജഅൽനാഹു സമീഅൻ ബസീറാ. അല്ലാഹു പറയുന്നുണ്ട്, ഞാൻ അവനെ കണ്ണും കാതുമുള്ളവനാക്കി. മനുഷ്യന് അല്ലാഹു കണ്ണും കാതും കൊടുത്തിട്ടുണ്ട്. മൃഗത്തിനുമില്ലേ കണ്ണും കാതുമുണ്ട്. മൃഗത്തിന്റെ കണ്ണ് കാണാനുള്ളത് മാത്രമാണ്, മൃഗത്തിന്റെ കാത് കേൾക്കാനുള്ളത് മാത്രമാണ്.
മനുഷ്യ കണ്ണിന് കാണാൻ മാത്രമല്ല കഴിയ, മനുഷ്യന്റെ കാതിന് കേൾക്കാൻ മാത്രമല്ല കഴിയ. അതിനുവേണ്ടിയല്ല അള്ളാഹു അത് പഠിച്ചത്. കണ്ടു പഠിക്കാനാണ്, കേട്ടു പഠിക്കാനാണ്. ഈ കണ്ടും കേട്ടും പഠിക്കൽ മൃഗങ്ങളുടെ അളവിലില്ല. അതുകൊണ്ടാണ് മനുഷ്യനെ സമീഉൻ ബസീറുമാക്കി എന്നതിന് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ നൽകുന്ന വ്യാഖ്യാനം അവനെ വിവേക ബുദ്ധിയുള്ളവനാക്കി എന്നാണ്, വിശേഷ ബുദ്ധിയുള്ളവനാക്കി, വിവേകിയാക്കി എന്നാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അത് കഴിഞ്ഞിട്ടല്ല പറയുന്നു, നല്ലതും ചീത്തയും വേർതിരിച്ചറിയാനുള്ള ശേഷി കൊടുത്തിട്ട് അവന് നമ്മൾ 2 മാർഗങ്ങൾ വിവരിച്ചു കൊടുത്തു. നന്മയുടെ മാർഗമേതാണ്, തിന്മയുടെ മാർഗമേതാണ്, കൃത്യമായി അവന് സബീല് പറഞ്ഞുകൊടുത്തു, രക്ഷയുടെ മാർഗം പറഞ്ഞുകൊടുത്തു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. നിസ്കരിക്കാൻ ഊരവളയും പോലെ, സുജൂദും റുക്കൂഉം ചെയ്യാൻ ഊരവളയും പോലെ, അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനും അവിടെയും ഇരിക്കാനും കിടക്കാനും ഊരവളക്കാനും ഒക്കെയുള്ള ശേഷി അള്ളാഹു തന്നെ തരും. എന്നിട്ട് അള്ളാഹു നോക്കിക്കാണും ആരാണ് പടച്ച റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നത്, താൻ തോന്നിയായി ജീവിക്കുന്നത് ആരാണെന്ന് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 വഖ്ത് നിസ്കാരം എന്ന് പറഞ്ഞത്. ഞാനൊരു ചെറിയ ഉദാഹരണം ചോദിക്കട്ടെ. നമ്മൾ ഈ നിസ്കാരത്തിൽ ഫർള് നിസ്കാരം തന്നെ നഷ്ടപ്പെടുത്തി കളയുന്നവരാണെങ്കിൽ, ഇവിടെ നമുക്കിപ്പോൾ അനുസ്മരിക്കേണ്ട, ഞാൻ ഇവിടെ കടന്നു വന്നപ്പോഴും അതാ ബഹുമാനപ്പെട്ട താജുൽ ഉലമ അനുസ്മരണം ഇവിടെ കണ്ടു. താജുൽ ഉലമ അനുസ്മരണം ഒരു ദിവസം പ്രത്യേകം നടത്തുന്നു, അതിലെ ഭാഗമാണ്. ഞാൻ താജുൽ ഉലമയുടെ അനുസ്മരണം നടത്തുകയല്ല, താജുൽ ഉലമയുടെ ജീവിത കഥ പറയുകയല്ല. താജുൽ ഉലമയെ വെച്ച് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നമ്മുടെ നേതാവായിരുന്നു, ആ പേര് കേൾക്കുമ്പോഴേ കുറക്കത്ത് തക്ബീർ വിളിക്കുന്ന താജുൽ ഉലമയുടെ അനുയായികളോട്, അതേ താജുൽ ഉലമ വെട്ടിത്തെളിയിച്ച പാതയിലൂടെ നമ്മെ കൈപിടിച്ച് നടത്തിയ ബഹുമാനപ്പെട്ട വേലത്തു തങ്ങളുടെ അനുയായികളോട് 1-2 ചോദ്യങ്ങൾ മാത്രം ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. താജുൽ ഉലമ തങ്ങള് 95ഓളം വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പം ആ ജീവിതത്തിൽ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഇതിനുവേണ്ടി പടച്ചതാണ് അള്ളാഹു ആ ജീവിതവും. ആ ജീവിതത്തിൽ അള്ളാഹു കണ്ടതെന്താണ്? 95 വർഷവും ദർസ് നടത്തുന്നു, അല്ലേ? ദർസ് നടത്തുന്നു, ഇൽമ് പഠിച്ചു, ദീർഘകാലം, ഒരുപാട് കാലം ദർസ് നടത്തി, ദീനീ പ്രബോധനം നടത്തി, വഅദ് പറഞ്ഞു, പ്രസംഗിച്ചു, ദുആ ചെയ്ത് അനുഗ്രഹിച്ചു, ആവശ്യമുള്ളവർക്ക് മന്ത്രിച്ചൂതിക്കൊടുത്തു, ഇജാദത്ത് നൽകേണ്ടവർക്ക് ദിക്റുകളും സലാത്തുകളും ഒക്കെ ചൊല്ലാനുള്ള സമ്മതവും പൊരുത്തവും ഒക്കെ കൊടുത്തു. കയ്യിൽ വരുന്ന പണം അതാ കാര്യം നോക്കാതെ ചെലവാക്കി സ്വതക്ക ചെയ്തു കാണിച്ചു തന്നു. ഇതൊക്കെ പറയാനുണ്ട്, ധാരാളം പറയാനുണ്ട്. അതൊക്കെ ചോദിച്ചിട്ട് നമ്മൾ എവിടെ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്നതിൽ നമ്മൾ അമ്പേ തോറ്റിരിക്കുന്നു എന്ന് സ്വയം പറയും. ഉറപ്പാ. സദഖയിൽ ബഹുമാനപ്പെട്ടവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയൂലായിരുന്നു. ഇബാദത്തിൽ താജുൽ ഉലമയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയൂലായിരുന്നു. തഖ്വയിൽ താജുൽ ഉലമയെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഇൽമിൽ അവരെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയുന്നില്ല. നമ്മുടെ കാലക്കാരിൽ നമ്മളിങ്ങനെ എടുത്തു നോക്കുമ്പോൾ അതൊരു വലിയ അത്ഭുത മനുഷ്യനാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനൊരു ചെറിയ ഉദാഹരണം, ഈ ചെറിയ ഉദാഹരണം പറയുന്നത് എന്തിനാ? ഞാനും നിങ്ങളും ഒപ്പം ഒന്ന് അങ്ങോട്ട് സഞ്ചരിച്ചിട്ട് താജുൽ ഉലമയുടെ ജീവിതത്തിലെ ഈ ഒരു ഇതള് കേൾക്കുമ്പോൾ അതിനോടൊപ്പം സഞ്ചരിച്ചിട്ടൊരു മാറ്റം കിട്ടിയെങ്കിലോ? അള്ളാഹു നൽകട്ടെ. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ വളരെ കഷ്ടിച്ച് ഒരു സദസ്സിലേക്ക് എത്തും. ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ആ സദസ്സിൽ വെച്ച്, ഞാനിത് നേരിട്ട് കേട്ട ഒരു സംഭവമാണ് പറയുന്നത്. ഞാൻ ആ സദസ്സിലിരുന്ന് കേട്ടതല്ല. ഇതുപോലെ ഇപ്പൊ നമ്മളിവിടെ സംസാരിക്കുന്നത് ക്ലാസ് റൂമിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്നു സഹോദരന്മാർ എന്നതുപോലെ ക്ലാസ് റൂമിലൂടെ കേട്ടതാണ്. താജുൽ ഉലമ കടന്നു വരുമ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ പറഞ്ഞു, ശൈഖുന പറഞ്ഞു, പടച്ചോനെ
ഞങ്ങളെ നേതാവ് താജുൽ ഉലമ വരുന്നു തക്ബീർ ചൊല്ലി. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ് എന്ന് ദുആയിരുന്നു. താജുൽ ഉലമ അങ്ങനെ സദസ്സിലേക്ക് കയറി വന്നിട്ട് അവിടുത്തെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു, AP മതി ദുആയിരുന്നു, നിങ്ങൾ ദുആയിരുന്നു എന്നെ ഇവിടെ എത്തിച്ചു, വയസ്സൂറയായി, ഇനി നിർത്തിക്കാളി മതി. ബഹുമാനപ്പെട്ടവർ പറയാ, ഇനി നിർത്തിക്കോളൂ, മതിയാക്കാനായിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് കുറച്ചുനേരം 1-2 കലിമത്തുകൾ പ്രസംഗിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞത് 63 വയസ്സിനപ്പുറത്ത് ഒരു വർഷം കിട്ടിയാൽ, ഒരു ദിവസം കിട്ടിയാൽ, ഒരു വർഷം കിട്ടിയാൽ അത് ജീവിതത്തിലെ മഹാഭാഗ്യമല്ലേ? അള്ളാഹു എന്നെ കൊണ്ടുവന്നെത്തിച്ചു 95 വയസ്സ് വരെ. അന്ന് തങ്ങൾ പാപ്പ പറഞ്ഞിരുന്നു പ്രത്യേകം, ഹിജ്രി വർഷമനുസരിച്ച് എനിക്ക് 95-ലെത്തിയടാ അന്ന് പറഞ്ഞതാ. ഞാൻ ഇപ്പൊ പത്രത്തിലെ വയസ്സിങ്ങനെ കണ്ടപ്പോൾ തമ്മിലൊരു പൊരുത്തക്കുറവുണ്ടോ എന്ന് തോന്നി. പക്ഷെ അത് ഹിജ്രി വർഷാ പറഞ്ഞത്. അപ്പൊ പിന്നെ അത് വരും. ഹിജ്റ വർഷം 19 കൊല്ലം. ഹിജ്റ വർഷം കണക്ക് കൂട്ടുമ്പോ നമ്മുടെ ഇംഗ്ലീഷ് വർഷവുമായിട്ട് 2-3 കൊല്ലത്തെ മാറ്റം വരും. അപ്പൊ ആ പറഞ്ഞ കണക്ക് പൂർത്തിയാവും. അന്ന് പറഞ്ഞു ഹിജ്രി വർഷമനുസരിച്ച് എനിക്ക് 95 വയസ്സ് പ്രായമായി. അള്ളാഹു ഇതുവരെ എനിക്ക് പ്രായം തന്നില്ലേ? എന്നിട്ട് ഈ 95 കൊല്ലം ഈ ഭൂമിയിൽ കിടന്നിട്ട് ഞാൻ എന്താടാ ചെയ്തത്? അവിടുന്ന് ചോദിക്കായിരുന്നു. അതാ സംബോധന ശൈലിയായിരുന്നു അല്ലേ? എടാന്ന് വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ഒരു സ്ഥലത്ത് വെച്ച് അനുസ്മരണം നടത്തുമ്പോ പറഞ്ഞു, ഇനി നമ്മളെ എടാ എന്ന് വിളിക്കാനുള്ള നേതാവാ നഷ്ടപ്പെട്ടത്. ശരിയല്ലേ? ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇനി എന്നെ എടാ എന്ന് വിളിക്കാനുള്ള ഒരാളാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. ശാസിക്കാനുള്ള നേതാവാണ് നഷ്ടപ്പെട്ടു പോയത്. സത്യത്തിൽ എത്ര വലിയ വാക്കുകളാണ് അതൊക്കെ, ഉള്ളിൽ തട്ടിയ വാക്കുകൾ. ചിന്തിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് വളരെ സ്നേഹപൂർവം മക്കളെ വിളിച്ച് ചോദിക്കുകയാണ്, ഞാൻ ഇത്രയും കാലം ജീവിച്ചിട്ട് എന്താടാ ഉണ്ടാക്കിയത്? 63 കൊല്ലം ഭൂമിയിൽ ജീവിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്ക സ്വലാത്ത് ചെല്ലണം, ഹബീബായ നബിതങ്ങൾ എല്ലാം ഉണ്ടാക്കി. പടപ്പുകൾക്കോ പടച്ചോനോ കുറ്റം പറയാൻ പറ്റാത്ത വിധം കുറ്റമറ്റ ഒരു ജീവിതം അഷ്റഫുൽ ഖൽക്ക് ചിട്ടപ്പെടുത്തി എടുത്തു. ഒരു പടപ്പുകൾക്ക് കുറ്റം പറയാനുണ്ടോ? പടച്ചോന് കുറ്റം പറയാനുണ്ടോ? പടച്ചോനെടുത്തും പടപ്പുകളെടുത്തും കുറ്റമറ്റ ജീവിതം കാഴ്ചവെച്ചു 63 വയസ്സ് ജീവിച്ച മുഹമ്മദ് റസൂലുള്ളാഹി. ചെയ്യേണ്ടതൊന്നും ചെയ്യാതിരുന്നിട്ടില്ല, ചെയ്യരുതെന്ന് പറഞ്ഞതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അവിടുന്ന് ചോദിച്ചു, ഞാൻ ഇത്രയും കാലം കിടന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ശരി, ഹബീബായ നബിതങ്ങളോട് ചേർത്തി പറയുമ്പം, കമ്പയർ ചെയ്ത് തങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്കതിൽ വിഷമമൊന്നുമില്ല അല്ലെ? ഹബീബായ നബിതങ്ങളോട് ചേർത്തി പറയുമ്പോ. പക്ഷെ നമ്മളൊക്കെ നമ്മളിലേക്കൊന്ന് ചേർത്തി പറയാം. നമ്മളിലേക്കൊന്ന് ചേർത്ത് വായിക്കുമ്പോ തങ്ങളെവിടെ, നമ്മളെവിടെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നു. നമ്മളെ ഭാഷയിൽ നോക്കിയാൽ, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ തങ്ങൾ പാപ്പ ചെയ്യാത്തതെന്താ? നിങ്ങൾ പറയൂ. നമ്മൾ ആരെങ്കിലും ചെയ്യുന്നത് പോലെ ആ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ദുന്യാവിന്റെ ഏർപ്പാട് പറയാൻ കഴിയോ? അല്ലെ? അത്രയും കാലം ജീവിച്ചിട്ടൊരു ദിവസമെങ്കിലും, ഞാൻ പറയുന്നത് മോശപ്പെട്ട പണിയല്ല, ദുനിയാവിന്റെ ഏർപ്പാടും ഇബാദത്തായിട്ട് പലതുമുണ്ട്. കൃഷി ചെയ്യുന്നത് നെയ്യത്ത് നന്നാക്കിയ കൂലിയുള്ള ഇബാദത്ത് തന്നെയാണ്. പക്ഷെ ദുനിയാവിന്റെ കാര്യമാണ്. തോട്ടത്തിൽ പോകുന്നത് ഇത്തരം എന്തെങ്കിലും ഒരു സംഗതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാ അർത്ഥത്തിലും ഇബാദത്തെന്നും മാത്രം വിളിക്കാവുന്നവയല്ലേ ചെയ്തിട്ടുള്ളൂ. അതും അഫ്ളലുൽ ഇബാദത്തല്ലേ ചെയ്തിട്ടുള്ളൂ. ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത്. എന്നിട്ട് അവിടെ നിന്നിങ്ങനെ പറഞ്ഞു, എന്താ മുടങ്ങാതെ എന്തെങ്കിലും ചെയ്തോ? എന്ത് അമലും ഔറാദുകളൊക്കെ മുടങ്ങലല്ലേ? എന്നിട്ട് അവിടുന്ന് പറഞ്ഞ ഒരു വാക്ക്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഞാൻ ഈ സദസ്സിന് മുമ്പിൽ അത് പറയുന്നത് കേൾക്കുന്ന ഒരാളെങ്കിലും ഇത് ചിന്തിപ്പിച്ചെങ്കിൽ
ഞാനും നിങ്ങളും ഈ സദസ്സ് നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് രണ്ടു കൂട്ടർക്കും ഒരുമിച്ച് പറയാം. എന്താ തങ്ങളുപ്പാപ്പ പറഞ്ഞത്? എന്താ ഞാൻ മുടങ്ങാതെ ചെയ്തത്? എന്റെ 16-ാമത്തെ വയസ്സിൽ എന്റെ ഉപ്പാപ്പ എന്റെ കൈ പിടിച്ചു എന്നോട് പറഞ്ഞ ഒരു വസിയ്യത്തുണ്ടായിരുന്നു. മോനെ, നിന്ന് നിസ്കരിക്കാൻ പറ്റാവുന്ന കാലത്തോളം, നിന്ന് നിസ്കരിക്കാൻ പറ്റാവുന്ന കാലത്തോളം നിന്ന് നിസ്കരിക്കണം കേട്ടോ. ഏത് 11 റക്അത്ത് വിത്ർ നിന്ന് നിസ്കരിക്കണം. എന്റെ ഉപ്പാപ്പ എന്നോട് വസിയ്യത്ത് ചെയ്തതായിരുന്നു 16-ാമത്തെ വയസ്സിൽ. അന്ന് മുതൽ അത് ഞാൻ ശീലമാക്കി പോന്നു. ഏത് 11 റക്അത്ത് വിത്ർ ഞാൻ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്. ആ സദസ്സിന് മുമ്പിൽ തങ്ങൾ പ്രഖ്യാപിച്ചു, അത് ഇന്നലത്തെ രാത്രിയും നമ്മൾ ചെയ്തിട്ടുണ്ടടാ. നാണക്കേട് തോന്നുന്നുണ്ടോ? ഇതാ ഞാൻ പറയുന്നത്, നമ്മളെവിടെ അവരെവിടെ? ഞാൻ പറയുന്നത്, ഈ ഒരു പ്രസംഗം കേട്ടത് എന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കി എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മുമ്പിൽ തുറന്നു പറയുന്നതിന് എനിക്ക് ലജ്ജയില്ല. കാരണം താജുൽ ഉലമ നമ്മുടെ വെളിച്ചമാണ്. നമുക്ക് വെളിച്ചം കാണിക്കേണ്ടത് താജുൽ ഉലമ തന്നെയാണ്. ഞാൻ പറയുന്നത്, നമ്മൾ വയലൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ ക്ഷീണിച്ചെത്തുമ്പോ ഇശാ നിസ്കരിച്ച് 2 റക്അത്ത് റവാത്തിബ് സുന്നത്തും നിസ്കരിച്ചൊരു 3 റക്അത്ത് വിത്ർ അത്രേ ചെയ്യൂ. ആ 3 റക്അത്ത് പഴയകാലത്ത് ഉസ്താദുമാര് ശീലിപ്പിച്ചത് ചെയ്യാഞ്ഞാൽ എന്തോ ഒരു പൊറുതികേട്. അങ്ങനെ അത് ചെയ്യും. അത് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോഴൊക്കെ മസ്അലയുടെ മർമ്മം അധിക സമയത്ത് ആലോചിക്കാറുണ്ടായിരുന്നു. അതെന്താ? സുന്നത്തിരുന്ന് നിസ്കരിക്കാലോ, കഴിവുള്ളവനും സുന്നത്തിരുന്ന് നിസ്കരിക്കാലോ. അങ്ങനെ വിത്റ് ഇരുന്ന് നിസ്കരിക്കുമായിരുന്നു. പക്ഷേ താജുൽ ഉലമ തങ്ങളുടെ പ്രഭാഷണം കേട്ടതിനു ശേഷം പിന്നെ ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തേ കാരണം? 95-ാമത്തെ വയസ്സില് താജുൽ ഉലമ ഇരുന്നു കൊണ്ടല്ല, നിന്ന് 11 റക്അത്ത് നിസ്കരിക്കുമ്പോ ഒരു ക്ഷീണവും കുഴക്കില്ല. നമ്മൾ വെറുതെ പറയാണ് ക്ഷീണമുണ്ട്, കുഴക്കുണ്ട്. ആരോഗ്യവാന്മാരായ പൂർണ്ണാരോഗ്യമുള്ള നമ്മള് 3 റക്അത്ത് ഇരുന്നിങ്ങനെ നിസ്കരിച്ചാൽ അല്ലാഹ് തിരിഞ്ഞു നോക്കൂ. അത് ഈ ഒരു ചിന്തയിൽ നിന്നാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു മാറ്റമുണ്ടാകുന്നത്. ഞാനിത് പറയുന്നത് നമ്മൾ ചിന്തിക്കണം. താജുൽ ഉലമയുടെ അനുയായികളാണെന്ന് പറഞ്ഞ് സുബഹി ഖളാ ആക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദയവ് ചെയ്ത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം അതെല്ലാ അർത്ഥത്തിലും ഫലമുള്ള പ്രസ്ഥാനമാണ്. ഇത്തരം മഹാന്മാര് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ്. നിങ്ങൾ ഒട്ടിക്കുന്ന പോസ്റ്ററിന് വിലയുണ്ട്, നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വിലയുണ്ട്. പക്ഷേ എന്തിന്റെ പേരിലാണെങ്കിലും ശരി, സുബഹി ഖളാ ആക്കി കിടന്നുറങ്ങരുത്. ഇത് ശരി. എന്താണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഇപ്പൊ അടുത്തൊരു പ്രവർത്തകൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ വലിയ വിഷമമുണ്ട്, എല്ലാം ഉണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകനാണ്. അയാൾ തുറന്നു പറയാം. 23 വയസ്സ് പ്രായം, 23 വയസ്സ് പ്രായമുള്ള മനുഷ്യനാണ്. അദ്ദേഹം തുറന്നു പറയുന്നു, ഉസ്താദേ സുന്നത്ത് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകനാണ്, എല്ലാ സംഗതികളിലും സജീവ. നാട്ടിൽ വയറ്, പ്രസംഗം, ദിക്ർ, മൗലിദ്, ഇതൊക്കെ എന്റെ കൈക്കാ നടക്കുന്നത്. എല്ലാം ഉണ്ട്, എല്ലാ സംഗതികളും. അത് ഇന്നത് എന്ന് പറയേണ്ട, നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ഹെഡായിട്ട് ഞാൻ നിന്ന് പ്രവർത്തിക്കുന്നു. എനിക്കതിന് സാധിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, എന്തോ ഒരു തൗഫീഖ് കുറവ്. അധിക ദിവസവും സുബഹികളാവും. എന്താണെന്നറിയില്ല, എനിക്കത് ശരിയാണില്ല. ഇയാൾ വന്ന് പറയാ, ഞാൻ പറയുന്നത് ഇത്തരം അനുഭവമുള്ളവർ പലരും ഉണ്ടാവും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അലാറം വെക്കാറില്ലേ? വിളിച്ചുണർത്താൻ ഒരാളുണ്ടെങ്കിൽ ഏൽപ്പിക്കണം എന്നാണ്. അപ്പൊ അലാറം ഉണ്ടെങ്കിൽ വെക്കണം എന്നാണല്ലോ അതിന്റെ അർത്ഥം. അലാറം വെക്കണം. അയാൾ പറഞ്ഞു, അലാറം ഒന്നും ഉണ്ടായിട്ട് ഞാൻ എണീക്കൂല ഉസ്താദേ. ഞാൻ പറഞ്ഞു, ഉമ്മാനെ ഏൽപ്പിക്കണം വിളിക്കാൻ. പിന്നെ അറിയാത്ത കേസ് ഉണ്ടാവില്ലല്ലോ. ഉമ്മ വിളിച്ചിട്ടും ഞാൻ എണീക്കൂല ഉസ്താദേ. അറിയുന്നില്ലേ? അറിയുന്നുണ്ട്. എന്തുകൊണ്ട് എണീക്കുന്നില്ല? എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല, എണീക്കൂല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ദുആ അല്ല ആദ്യം വേണ്ടത്, നാളെ മുതൽ എണീക്കുക വേണ്ടത്. കാരണം അറിയുന്നുണ്ട്, ശരിക്കും അറിയുന്നുണ്ട്, അറിയാത്ത പ്രശ്നമൊന്നുമല്ല. എണീക്കണ്ടെന്ന് വിചാരിച്ചതാണ്. ഇബ്ലീസിന് വഴിപ്പെട്ട് കൊടുക്കുകയാണ്. നാളെ എഴുന്നേൽക്കണം. ഇബ്ലീസ്
ഇബ്ലീസിന്റെ കെണിവലകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ആദ്യം നിങ്ങൾ തീരുമാനിക്കേണ്ടത് എഴുന്നേൽക്കാൻ തീരുമാനിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, സുബഹി നിസ്കാരം ഖളാ ആക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാത്രി തഹജ്ജുദിന് എണീക്കുമ്പോ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം 11 റക്അത്ത് നീട്ടി ഓതി, ഖുർആനിലെ ദീർഘമായ സൂറത്തുകൾ ഓതി നിന്ന് നിസ്കരിച്ച ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ അനുയായികള്, നമ്മൾ ഫർള് നിസ്കാരം തന്നെ ഖളാ ആക്കേ. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ഒരു കല്യാണമോ സൽക്കാരമോ കിട്ടിയാൽ നിസ്കാരം ഖളാ ആക്കുന്ന ഖളാകളുടെ പരമ്പരകൾ തീർക്കുന്ന ഉമ്മമാരുണ്ട്. കല്യാണമൊക്കെ ആണെങ്കിൽ പറയണ്ട, സൽക്കാരം ഉണ്ടായാൽ മതി, എന്നാ തന്നെ നിസ്കാരം ഖളാ ആക്കും. എന്ത് ന്യായാണ് പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇതിന് പറയാം? മൻ ജമഅ ബൈന സ്വലാത്തൈനി മിൻ ഗൈരി ഉദൂരിൻ ഫഖദ് അതാ ബാബൻ അദീമൻ മിൻ അബ്വാബിൽ കബായിർ. ആരാണോ രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ ഒരു കാരണവുമില്ലാതെ ജംഅ് ചെയ്യുന്നത്, ഒരുമിച്ച് കൂട്ടുന്നത്, അകാരണമായി ളുഹുറും അസ്റും ഒപ്പം നിസ്കരിച്ചാൽ, മഗ്രിബും ഇശാവും ഒപ്പം നിസ്കരിച്ചാൽ, സുബഹിയും ളുഹുറും ഒപ്പം നിസ്കരിച്ചാൽ, മൻ ജമഅ ബൈന സ്വലാത്തൈനി മിൻ ഗൈരി ഉദുരിൻ ഫഖദ് അതാ ബാബൻ അദീമൻ മിൻ അബ്വാബിൽ കബായിർ ശഫീഉനാ റസൂലുള്ളാഹി. അവൻ വന്തോഷങ്ങളിൽ ഒരു ദോഷമാണ് അവൻ ചെയ്തിരിക്കുന്നത്. വന്തോഷങ്ങളുടെ കവാടങ്ങളിൽ ഒരു കവാടത്തെ അവൻ സമീപിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി. കാരണമല്ലാതെ രണ്ട് നിസ്കാരം ഒരുമിച്ച് കൂട്ടിയാൽ, അപ്പൊ അവിടെ കാരണമുള്ള നിസ്കാരമാണെങ്കിൽ പറ്റുന്നു വരുന്നുണ്ട്. ആ കാരണമുള്ള നിസ്കാരം ഏതാ? ഒന്ന്, യാത്രക്കാരന് ജമ്മും കസറും ഉണ്ട്. ദീർഘമായ യാത്ര ചെയ്യുന്ന ആൾക്ക് ളുഹുർ അസ്ർ ഒപ്പം നിസ്കരിക്കേണ്ടി വരും, മഗ്രിബ് ഇശാ ഒപ്പം നിസ്കരിക്കേണ്ടി വരും. അത് കാരണത്തോടു കൂടെയാണ്, അത് ഇസ്ലാം അനുവദിച്ച ഇളവാണ്. അതുപോലെ കാരണത്തോടുകൂടെ നിസ്കരിക്കുന്ന മറ്റൊരു രൂപം അതേതാ? ഉറങ്ങിപ്പോയി അറിയാതെ പോയാൽ, ഉണരുമ്പോഴേക്ക് നിസ്കാരം ഖളാ ആയാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് ബാധിക്കൂല. എന്ത്? ഉണർത്താൻ ആളുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് പിന്നെയും മനഃപൂർവ്വം അവിടെ കിടക്കുന്നത് ഇതിൽ പെടൂല. ഉണരാതെ വഖത്ത് കടക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങി, വഖത്ത് കഴിഞ്ഞതിന്റെ ശേഷം ഉണർന്നത്, ആ മനുഷ്യന് അഫുവുണ്ട്, വിട്ടുവീഴ്ചയുണ്ട്. അയാൾക്കും രണ്ട് നിസ്കാരം ഒരുമിച്ച് വന്നേക്കാം. ഇനി അതേ രൂപത്തിൽ തന്നെ ഉസ്റോടുകൂടെ രണ്ട് നിസ്കാരം ഒരുമിച്ച് കൂട്ടുന്ന രൂപം നാട്ടിൽ നിൽക്കുമ്പോ ഉറക്കമല്ലാത്ത കേസിലും ചിലപ്പോൾ സഹോദരിമാർക്കുണ്ടാവാറുണ്ട്. അതേതാ? അവരുടെ ആർത്തവ രക്തം ശുദ്ധിയാകുന്നത് ഏതു വഖത്തിനാണ്? ഉദാഹരണം, രണ്ട് നിസ്കാരം ഒരുമിച്ച് ജമ്മാക്കി, യാത്രയിൽ ജമ്മാക്കി നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരങ്ങളിൽ അതിൽ രണ്ടാമത്തെ നിസ്കാരത്തിന്റെ സമയത്തൊരു പെണ്ണിന് തുഹ്റ് വന്നാൽ, ശുദ്ധി വന്നാൽ, ആ പെണ്ണ് രണ്ടാമത്തെ വഖത്ത് മാത്രം നിസ്കരിച്ചാൽ പോരാ, ഒന്നാമത്തെ വഖത്തും കൂടെ നിസ്കരിക്കണം. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഇത് പല ഉമ്മമാർക്കും അറിയില്ല. ഞാൻ ഉദാഹരണ സഹിതം പറയാം. അസർ ബാങ്ക് കൊടുത്തിട്ട് മഗ്രിബിന്റെ മുമ്പ് ഒരു പെണ്ണിന് ആർത്തവം ശുദ്ധിയായാൽ അധിക ഉമ്മമാരും കരുതിയിരിക്കുന്നത് അസർ മാത്രം നിസ്കരിച്ചാൽ മതി എന്നാണ്. പോരാ, ആ പെണ്ണ് ദുഹുറും അസറും നിസ്കരിക്കണമെന്നതാണ് ഇസ്ലാമിന്റെ പാഠം. ഇതേ രൂപത്തിൽ തന്നെ ഇശാഇന്റെ സമയത്താ ശുദ്ധിയായതെങ്കിൽ മഗ്രിബും ഇശാവും നിസ്കരിക്കണം. രണ്ട് സമയങ്ങളെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അസറിന്റെ സമയത്തോ ഇശാഇന്റെ സമയത്തോ ആണ് ശുദ്ധിയാകുന്നതെങ്കിൽ അതിന്റെ തൊട്ടു മുമ്പുള്ള നിസ്കാരവും കൂടെ നിർവഹിക്കണം. മറ്റു 3 വഖത്തുകളിൽ ശുദ്ധിയായാലും ആ പ്രശ്നം വരുന്നില്ല. അപ്പൊ ജീവിതത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴെങ്കിലും ആർത്തവത്തിന്റെ ഒരു പിരീഡ് അതിൽ ശുദ്ധി വരുന്നത് അസറിനോ ഇശായിനോ ആണെങ്കിൽ തൊട്ടു മുമ്പിലുള്ള ദുഹുർ, തൊട്ടു മുമ്പിലുള്ള മഗ്രിബും കൂടെ നിസ്കരിക്കണം. ഇത് നിങ്ങളുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ അവർക്കറിയാവുന്ന മസലയാണ്. പക്ഷേ അധിക ഉമ്മമാരും ഇത് പരിഗണിക്കാറില്ല. എന്ന് പറഞ്ഞാൽ അറിയൂല്ല പലർക്കും. മദ്രസയിൽ നിന്ന് ഇങ്ങനെ പഠിച്ചു പോകുന്നത് ചിലപ്പോൾ മനസ്സ് തട്ടൂല. അങ്ങനെയാ ഉള്ളത്. അധിക ആളുകൾക്കും പല ആളുകൾക്കും ഈ മസാല അറിയാത്തവരുമുണ്ട്. ഉള്ള
ഉള്ളവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം. ഞാനിവിടെ ഇത് പറഞ്ഞത് ഒരു കാരണവുമില്ലാതെ വെറുതെ രണ്ട് നിസ്കാരങ്ങൾ ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞത് ഖളായിലാ സാധാരണ ഉണ്ടാകുക. അങ്ങനെ ഖളാ ആക്കിയിട്ട് ഒരാൾ ചെയ്താൽ അവൻ ചെയ്തത് വൻദോഷമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെവിടെ നമ്മുടെ മുമ്പിൽ നമുക്ക് വഴി കാണിച്ച് നടന്ന ഈ മഹത്തുക്കൾ എവിടെ എന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാ. അതുകൊണ്ട് ഈ സദസ്സൊന്നൊരു തീരുമാനം എടുക്കണം. എന്താണ് ആ തീരുമാനം? നമ്മുടെ സദസ്സിൽ നിന്ന് എടുക്കേണ്ട തീരുമാനം, ഇനി എന്റെ ജീവിതത്തിൽ ഫർള് ഖളാ ആകൂല. ഒന്നാമത്തെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഫർള് തന്നെ ഖളാ ആയി പോകുന്നവർ ആരെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷേ ഉണ്ടാവൂ. അങ്ങനെ ഉണ്ടെങ്കിൽ തീരുമാനിക്കണം, ഇന്ന് മുതൽ എന്റെ ജീവിതത്തിൽ ഇനി ഫർള് ഖളാ ആകൂല. 2 റവാത്തിബ് സുന്നത്തുകൾ, പ്രധാനപ്പെട്ട 10 റക്അത്ത്, ളുഹറിന്റെ മുമ്പ് 2, ളുഹറിന്റെ ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2, സുബഹിയുടെ മുമ്പ് 2, ഇങ്ങനെ 10 റക്അത്ത് ഞാൻ കൃത്യമായി നിസ്കരിക്കും. തീരുമാനിക്കണം. 3 റക്അത്ത് വിത്ർ ഞാൻ എന്നും നിസ്കരിക്കും, അത് ഞാൻ നിന്ന് നിസ്കരിക്കും. തീരുമാനിക്കണം. അവിടെയൊന്നും മസ്അലയുടെ മർമ്മമല്ല നോക്കേണ്ടത്, ഫള് ഏതാണെന്ന് നോക്കണം. അതാണ് നമ്മൾ മസ്അലയുടെ മർമ്മം നോക്കി ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിന്ന് നിസ്കരിക്കാൻ കഴിവുള്ളവൻ ഇരുന്ന് നിസ്കരിച്ചാൽ അതിന് പകുതി കൂലിയേ കിട്ടൂ. ആരുടെ വാക്കാണ്? ശഫീഉനാ റസൂലുള്ളാഹിയുടെ ഹദീസു ഷരീഫ. നബിതങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ. നിന്ന് നിസ്കരിക്കാൻ കഴിവുള്ളവൻ ഇരുന്ന് നിസ്കരിച്ചാൽ സുന്നത്തെ ഒന്ന് നിൽക്കാൻ കഴിവുള്ളവനും ഇരിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ മർമ്മം മസലയുടെ. അങ്ങനെ ചെയ്താൽ പകുതി കൂലിയെ കിട്ടുള്ളൂ. ഇത് നമുക്കറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇരുന്ന് നിസ്കരിച്ചത്. അല്ല, നമുക്ക് പകുതിയല്ല, തീരെ കൂലി കിട്ടിയില്ലെങ്കിൽ എന്താ? തീരെ കൂലിയില്ലെങ്കിൽ നമുക്കെന്താ? നമുക്ക് കടമ നിർവഹിച്ചാൽ മതി. അതേസമയം താജുൽ ഉലമ ചിന്തിച്ചത് അങ്ങനെയല്ല. അവേലത്ത് തങ്ങന്മാര് ചിന്തിച്ചത് അങ്ങനെയല്ല. അവേലത്ത് തങ്ങളുപ്പാപ്പയെ പറ്റി ഇതേ അനുഭവം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവേലത്ത് വലിയ തങ്ങളെപ്പറ്റി ഇതേ അനുഭവം. അവിടുത്തെ മക്കള്, പേരമക്കള്, ബാവത്തങ്ങളും ഫത്താഹി തങ്ങളും രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫത്താഹി തങ്ങള് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. വലിയ തങ്ങള് അവസാന ഘട്ടത്തിലും നിന്ന് നിസ്കരിച്ചു. അവസാനം ഡോക്ടർ ചോദിച്ചത്രേ, കഴിവില്ലാത്തവർക്ക് ഇരുന്ന് നിസ്കരിച്ചൂടെ തങ്ങളെ? ചികിത്സിച്ച ഡോക്ടർ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? കഴിവില്ലാത്തവർക്ക് ഫർളു ഇരുന്ന് നിസ്കരിച്ചൂടെ? ആ സമയത്ത് മറുപടി പറഞ്ഞത് എന്താണ്? എനിക്ക് താങ്ങിത്തരാൻ എന്റെ മക്കളും ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടാകുമ്പോ അവര് താങ്ങിത്തരൂല എന്ന് പറയുമ്പോഴല്ലേ ഞാൻ ഇരിക്കേണ്ടതുള്ളൂ. എന്നിട്ട് 2 ഭാഗത്ത് താങ്ങിക്കൊടുത്തിട്ടായിരുന്നു ഇത്രേ നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നത്. എന്റെ മക്കൾ താങ്ങിത്തരൂല എന്ന് പറയുകയാണെങ്കിൽ അന്ന് ഞാൻ ഇരുന്ന് നിസ്കരിച്ചോണ്ട്. അതുവരെ ഇസ്ലാമിന്റെ മസാല ഫിഖ്ഹിന്റെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. തുഹ്ഫയിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു എഴുതി വെച്ചിട്ടുണ്ട്, ഒരാൾ ഇങ്ങനെ താങ്ങി തന്നിട്ട് നിൽക്കാൻ പറ്റുള്ളൂവെങ്കിൽ അതിനൊരാൾ കൂലി കൊടുക്കാതെ കിട്ടുമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൂലി കൊടുത്തിട്ടാ കിട്ടുമെങ്കിൽ കൂലി കൊടുക്കാൻ കൈവശം ഉള്ളയാളാണെങ്കിൽ അങ്ങനെ ഏൽപ്പിക്കണമെന്നതാണ് ഇസ്ലാമിന്റെ മസാല. തുഹ്ഫയിൽ കാണാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോഴാ പറഞ്ഞത്, എന്റെ മക്കള് താങ്ങി തരൂല എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടെങ്കിൽ അന്ന് നോക്കാം. വഫാത്ത് വരെ നിന്ന് നിസ്കരിച്ചു. കണ്ടോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവരെ അനുസ്മരിക്കുമ്പോ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു വരുന്നതിന്റെ മുമ്പ് നമ്മൾ ഇതൊക്കെ ഒന്ന് കേട്ടിട്ട് നമ്മളെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കണം. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. എത്ര അനുഭവങ്ങൾ ഇതുപോലെ പറയാനുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. 1, 2, 3 കാര്യങ്ങൾ. 1, നിസ്കാരം. ഇതുപോലെ താജുൽ ഉലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പകർത്താൻ പറ്റിയ ഏറ്റവും നല്ല ഗുണമായിരുന്നു ഖുർആൻ ഓതുക. ഇതൊക്കെ അവേലത്തെ മഖാമിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ അവേലത്ത് സാധാത്തുക്കൾക്കും ഉണ്ടാകും. പക്ഷെ അടുത്ത് നിന്ന് പരിചയപ്പെടാത്തത് കൊണ്ട്, നിങ്ങൾ എന്നേക്കാൾ പരിചയമുള്ളവരും ആയതുകൊണ്ട് നമുക്കിപ്പോ അവേലത്ത് തങ്ങള് സയ്യിദ് അബ്ദുൽ ഖാദിർ തങ്ങളെയാണ് നമുക്ക് പരിചയമുള്ളത്. അല്ലെ, അവരെപ്പറ്റി കുറച്ച് പറയാനുണ്ട്. പക്ഷെ എനിക്കറിയുന്നതിനേക്കാൾ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയാം, അവിടുത്തെ ഏറ്റവും വലിയ താല്പര്യം, ജീവിതത്തിൽ ഏറ്റവും താല്പര്യമുള്ള കേസ് ഖുർആൻ ഓതലായിരുന്നു. ഖുർആൻ ഇത്രയധികം ഓതിയ ഒരു സയ്യിദ്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പല സയ്യിദുമാരും ഇതിന് ഉദാഹരണ. സയ്യിദ് അലി ബാഫക്കി തങ്ങളൊക്കെ എത്രയാ ഖുർആൻ ഓതി തീർക്കൽ. ചിലപ്പോൾ അസൂയ തോന്നിപ്പോകും കാണുമ്പോൾ.
എത്രയാ ഖുർആൻ ഓതുന്നത്? ഇതുപോലുള്ള വേദികളിലൊക്കെ ഇരിക്കുമ്പോൾ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ മൊബൈലിൽ ഖുർആൻ ഓതുമായിരിക്കും. നമ്മൾ വിചാരിക്കും എന്താ ഇപ്പൊ തങ്ങപ്പാപ്പ മൊബൈൽ കൊണ്ട് കളിക്കുന്നത്? കളിക്കല്ല, ഖുർആൻ ഓതുക. ഖുർആൻ ഓതുകയാണ്. ശ്രദ്ധിച്ചു നോക്കണ്ട, അടുത്ത വേദികളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അത്രയും അധികം ഖുർആൻ ഓതുന്ന ജീവിച്ചിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതുപോലെ പല ആളുകളും ഉണ്ടാവും. ഞാൻ പറയുന്നത് നമ്മൾ കണ്ടനുഭവിച്ച ഒരാളായതുകൊണ്ട് പറയാണ്. എത്ര അതുപോലെയായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ. എപ്പോഴും കാറിൽ ഒരു ഖുർആൻ ഉണ്ടാവും. അവിടുത്തെ അടുത്തറിയുന്ന അവിടുത്തെ പേരക്കുട്ടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 10 ദിവസത്തിലധികം പോകൂല, അതിന്റെ മുമ്പ് ഒരു ഖത്മ് തീരും. അല്ലോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെ അവസ്ഥ എന്താ? കുറച്ചൊന്ന് പറയാം നമുക്ക്. അതിന്റെ മുമ്പ് ഒരു വർഷമായിട്ട് എന്റെ പ്രഭാഷണത്തിനിടയിൽ കൃത്യം പകുതി സമയമാകുമ്പോൾ ഞാൻ സാധാരണ ഒരു ചെറിയ ഒരു ശൈലി, അതായത് എന്റെ നാട്ടിൽ നിന്ന് കഴിഞ്ഞ വർഷം മങ്കൂസ് മൗലിദ് 5 ദിവസം അവതരിപ്പിച്ചു. അതിലെ 5 ഹദീസുകളും അതിന്റെ ഈരടികളും. അന്ന് മഖ്ദൂം തങ്ങളോടും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി നമ്മൾ വർഷങ്ങളോളം പറഞ്ഞു, കേട്ടു, പഠിച്ചു. പക്ഷെ മഖ്ദൂം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച ആ ശൈലി കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. അതിന്റെ CD-കൾ ഇന്ന് ലഭ്യമാണ്, ധാരാളം നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളത് വാങ്ങി കേൾക്കണം. എന്റെ നാട്ടിൽ നിന്ന് ഞാൻ നടത്തിയ പ്രഭാഷണം 12 മണിക്കൂർ പ്രഭാഷണമുണ്ട്. അത് ഈ മങ്കൂസ് മൗലിദിലെ ഓരോ ബൈത്തുകളും അത് പ്രാമാണികമാണെന്ന് തെളിയിക്കുകയാണ്. അതിനൊക്കെ ആയത്തുകളും ഹദീസുകളും സംഭവങ്ങളും നിരത്തി. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ മാനത്തേക്ക് നോക്കി പാടിയതല്ല, ഖുർആനും സുന്നത്തും പ്രമാണങ്ങൾ പഠിച്ചിട്ട് പാടിയതാണ് എന്ന് അവതരിപ്പിക്കുന്ന ആ പ്രഭാഷണത്തിനു ശേഷം അന്ന് തീരുമാനിച്ചതായി ഇതുപോലെ ഉള്ള മുഴുവൻ പൊതുവേദികളിലും എന്നും രാത്രികൾ പകുതിയാവുമ്പോൾ എഴുന്നേൽപ്പിച്ചിട്ട് എല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അന്തത്വത്തിലൊഴു ചൊല്ലിക്കും. ആ 8 വരി, ആദ്യത്തെ 8 വരി എല്ലാവർക്കും കാണാപ്പാട് വേണം. എന്നിട്ട് അതിന് സ്വലാത്തും ചൊല്ലിപ്പിക്കും. അത് കഴിഞ്ഞ് ദുആ ചെയ്താൽ എന്താണെന്നറിയില്ല, എല്ലാ സദസ്സിലും നല്ല ഇജാബത്ത്. അത് അല്ലാഹു അതിനെ സ്നേഹിച്ചതുകൊണ്ട് തരുന്നതായിരിക്കും. എല്ലാ സദസ്സുകളിലും അത് തുടർന്നു വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സദസ്സിലായിട്ട് അത് മുടങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് സാദാത്യങ്ങളുടെ പൊരുത്തത്തോടുകൂടെ ഹബീബായ റസൂലുള്ളാഹിയുടെ ആ മൗലിദ് നമുക്കൊന്ന് ചെല്ലാം. എല്ലാവരും ഒന്ന് അതോടെ എഴുന്നേറ്റ് നിൽക്കാം. ശരിക്ക് ഹൃദയം മദീനയിലേക്ക് തിരിച്ചു പിടിക്കാം. എന്നിട്ട് മനസ്സിൽ തട്ടിയിട്ട് പാടണം. അന്ത തതുലു ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. ഞാൻ ചൊല്ലിക്കോളാം, ഞാൻ ഇവിടുന്ന് ചൊല്ലും. ആരെങ്കിലും ഒന്നുണ്ടായാലേ. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على غير حسر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول
الشفيع الأبطحي والحبيب العربي نرجو إلى كأس حوضك للعطش لك أشكو فيا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الحمد لله നല്ല ഒരു സദസ്സ്. ഈ മൗലിദുകളെയും ഇഷ്കിന്റെ വരികളെയുമൊക്കെ സ്നേഹിച്ച സാധാത്തുക്കളെ അനുസ്മരിക്കുന്ന വേദി. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മഖ്ദൂം തങ്ങളുടെ രചനകൾ, ആ രചനകളിലൂടെ, ആ ഈരടികളിലൂടെ കടന്നുപോയി തിരുനബിയെ മദ്ഹ് ചെയ്ത വേദി അള്ളാഹു പൊരുത്തപ്പെടും, സ്വീകരിക്കും, ഉറപ്പാണ്. അള്ളാഹു പൊരുത്തപ്പെടട്ടെ, ഖബൂലാക്കട്ടെ. എല്ലാവരും ഇരിക്കുക. പടച്ചോനെ, സാധുക്കളായ നിങ്ങൾ ഈ വേദിയിൽ റബ്ബേ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അത് പറയുന്നതിന്റെ മുമ്പ് അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, അല്ലാഹ്, ഈ ഇരിക്കുന്നവർക്ക് ഒരുപാട് മുറാദുകളുണ്ട്. ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ അനുസ്മരിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടി പടച്ചോനെ, നീ പൊരുത്തപ്പെടുന്ന, നീ സ്വീകരിക്കുന്ന, നിനക്ക് പൊരുത്തമുള്ള, സന്തോഷമുള്ള വേദിയാക്കി നീ തരണേ അല്ലാഹ്. അവരുടെ മദത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവയലത്ത് തങ്ങന്മാരുടെ ആ മദത് കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ കടങ്ങൾ വീട്ടിത്തരണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങൾ വീട്ടിത്തരണേ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, മഖ്ദൂം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ഹബീബിന്റെ കുടുംബ പരമ്പരയിലെ കണ്ണികളായ അവയലത്ത് സദാത്തിങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞ് കേട്ട് അത്ഭുതപ്പെട്ട താജുൽ ഉലമയുടെ ബർക്കത്ത് കൊണ്ട്, അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. കടങ്ങൾ വീട്ടണേ അല്ലാഹ്. പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാ വിഷയത്തിലും നീ മസ്ലഹത്ത് നൽകണമല്ല, സന്തോഷം നൽകണമല്ല, നന്മ നൽകണമല്ല. ഞങ്ങളെ മക്കളെ നന്നാക്കണമല്ല, ഞങ്ങളെ കുടുംബത്തെ നന്നാക്കണമല്ല. അടുത്ത് ഞങ്ങൾ നടത്താനിരിക്കുന്ന യാത്രകൾ അത് നീ കബൂലാക്കണമല്ല. അല്ലാഹുവേ, എല്ലാം സന്തോഷത്തിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങൾക്കും സന്തോഷമുള്ള പര്യവസാനങ്ങൾ നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ചെറിയ സംഗതിയല്ല. മങ്കൂസ് മൗലിദും അതിന്റെ ബഹുമാനങ്ങളെക്കുറിച്ച്
എത്ര പറഞ്ഞാലും തീരൂല, എത്ര പറഞ്ഞാലും തീരൂല. അതില് നമ്മളിപ്പോ ഓതി വെച്ച വരികളിൽ, ചൊല്ലിവെച്ച വരികളിൽ ഓരോ വരികളും എത്ര മഹത്വമുള്ള വരികളാണ്. നാം ചൊല്ലിവെച്ച ഓരോ വരികളും ശരിക്ക് ഹൃദയത്തിൽ നിന്ന് പാടേണ്ട വരികളാണ്. കാരണം അത് നാക്കുകൊണ്ട് പാടിയതല്ല, പേന കൊണ്ട് എഴുതിയതല്ല. മഖ്ദൂം തങ്ങൾ അത് പാടിയത് ഖൽബുകൊണ്ടാണ്. മഖ്ദൂം തങ്ങൾ അത് എഴുതിയത് ഇഷ്കിൽ ചാലിച്ച ഖൽബുകൊണ്ടാണ്, സംശയിക്കണ്ട. അതാണ് ഇതിന് ഇത്രയും ഫലമുണ്ടാവാൻ കാരണം. മങ്കൂസ് മൗലിദിന് എന്ത് കാര്യം നേർച്ചയാക്കി, ഒരു കാര്യം നിർവഹിക്കണം, നിറവേറണമെന്ന് കരുതി നേർച്ചയാക്കി മങ്കൂസ് മൗലിദ് ഓതിയാൽ അത് പൂർത്തിയാകും. എല്ലാ ഔലിയാക്കളും നൽകിയിരുന്ന ഏറ്റവും വലിയ ചികിത്സയാണ് മങ്കൂസ് മൗലിദ് ചികിത്സ. ഇമാം മുസാരി റളിയല്ലാഹു അൻഹുവിന്റെ സുദീർഘമായ സുബ്ഹാന മൗലിദ്, ആ സുബ്ഹാന മൗലിദ് നേർച്ചയാക്കിയിട്ട് ഓതിയാൽ വലിയ ഫലമുണ്ടായിരുന്നു. എന്നാൽ അതെപ്പോഴും നേർച്ചയാക്കി വേഗം ഓതി തീർക്കാൻ പറ്റില്ല. സുദീർഘമായ മൗലിദ് ഒന്ന് ചുരുക്കി ഉണ്ടാക്കിയതാണ് മങ്കൂസ് മൗലിദ്. അതുകൊണ്ടാണ് അതിന്റെ പേര് ചുരുക്കപ്പെട്ട മൗലിദ് എന്നായത്. മങ്കൂസ് എന്ന പേര് വരാൻ കാരണം ചുരുക്കപ്പെട്ടത് എന്നാ മങ്കൂസിന്റെ അർത്ഥം. ഇത് ഇമാം മുസാരി റളിയല്ലാഹു അൻഹുവിന്റെ സുബ്ഹാന മൗലിദ് ചുരുക്കിയതാണ് മഖ്ദൂം തങ്ങൾ. അതുകൊണ്ടാണ് ഈ പേര് വന്നത്. അപ്പൊ അതെന്ത് ചെയ്യും? ഏതൊരാൾക്കും വേണമെങ്കിൽ ഒന്ന് ഇരുന്നാണ് ചെല്ലാവുന്നതേ ഉള്ളൂ. ഒരു അരമണിക്കൂർ കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റുന്ന കേസാണ് മങ്കൂസ് മൗലിദിൽ 5 ഹദീസും അതിന്റെ ഈരടികളും അതിന്റെ ജവാബും ഒക്കെ ചൊല്ലി മട്ടം പോലെ ആക്കണമെങ്കിൽ, മട്ടം പോലെ ചെല്ലാൻ ഒരു അരമണിക്കൂർ ഒരുങ്ങിയാൽ നടക്കും. 1 മണിക്കൂർ ഉണ്ടായാൽ സുന്ദരായിട്ട് നടക്കും. പിന്നെ നമ്മളിൽ പലർക്കും അതിന്റെയൊക്കെ ഉദ്ദേശ്യങ്ങൾ നേടാത്തത് നേർച്ചയാക്കി ചെല്ലുന്ന മങ്കൂസ് മൗലിദ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും അതിനെ മങ്കൂസാക്കുക. ഒരു മൗലിദ് അല്ലെ, ഒരു ഹദീസ്, 2 ഹദീസ് പോരാജരെ അൽ-ഫാത്തിഹ, ഇതാണ് നമ്മളെ പരിപാടി. അത് മുഴുവൻ ഓതാനുള്ള ഒരു സബർ, ക്ഷമ ഇത് നമുക്കില്ല. ഞാൻ പറയുന്നു, നേർച്ചയാക്കിയ മങ്കൂസ് മൗലിദ് ഓതുമ്പോ എന്തായാലും ചുരുക്കരുത്. കാരണം അത് നിർബന്ധമാണല്ലോ മുഴുവൻ ഓതരുത്. അപ്പൊ അത് ഓതന്നെ വേണം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിലെ വരികള് വളരെ സമഗ്രമാണ്. അതില് ഒരു വരി അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. തിരുനബിയുടെ മദ്ഹുകള് അത് കേൾക്കുമ്പോഴേക്ക് കണ്ണുകൾ വിടർന്നിരുന്ന മഹാന്മാർ, ഖൽബ് തെളിഞ്ഞിരുന്ന മഹാന്മാർ. താജുല്ലുലമ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഖൽബ് ലംഘി മരിക്കണം. അവസാനം വഫാത്താകുന്ന സമയത്തും അവർ ബുർദ ചൊല്ലി അടുത്തുള്ളവർ. അത് കേട്ടപ്പോ താജുൽ ഉലമയുടെ മുഖത്തിന് വല്ലാത്ത പ്രകാശം. അതാണ് വഫാത്തായി കിടക്കുന്ന മുഖത്തും കണ്ട പ്രകാശം, തെളിച്ചം. വേറൊന്നുമല്ല, വല്ലാത്ത സന്തോഷം. ഹബീബായ നബിതങ്ങളുടെ മദ്ഹ് കേൾക്കുമ്പോ എത്ര ക്ഷീണാണെങ്കിലും ബുർദ ചൊല്ലുകയാണെങ്കിൽ പ്രത്യേക ആവേശം കൊണ്ട് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് കേൾക്കുമ്പോൾ മാത്രമല്ല, ബുർദ നല്ല സാഹിത്യത്തിന്റെ പാരമ്യത്തിലെത്തിയ ഒരു കവിതയാണ്. അറബി സാഹിത്യം നന്നായി അറിയാവുന്ന, ഓരോ വാക്കുകളും കീറി മുറിച്ച് ചർച്ച ചെയ്യാൻ കേൾപ്പുള്ള തങ്ങള് അതിലെ ഓരോ വരികൾ ഇങ്ങനെ കേൾക്കുമ്പോഴും ആവേശം കൊള്ളുമായിരുന്നു. ഏത് സദസ്സിലും എപ്പോഴും അങ്ങനെയായിരുന്നു. സുഖല്ലാതെ കിടക്കുമ്പോഴൊക്കെ അങ്ങനെയായിരുന്നു. ബുർദ എല്ലിക്കൊടുത്താൽ ഭയങ്കര ആവേശമാണ്. അപ്പൊ ഒരു പ്രത്യേക ഉന്മേഷം, നശാത്തും കൊണ്ടുണ്ടാവും. ഞാൻ പറയുന്നത്, അത് വഫാത്താകുന്ന സമയത്തും തങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടി. എന്താണ് ഈ വരികൾക്ക് ഇത്ര ബഹുമാനം ഉണ്ടാകാൻ കാരണം? ഇപ്പൊ മങ്കൂസ് മൗലിദിൽ ഒരു വരി നമ്മൾ ചൊല്ലി, മഖ്ദൂം തങ്ങൾ നബി തങ്ങളോട് പറയാണ്. അതിന്റെ മാത്രം ഒരാശയം 1-2 മിനിറ്റ് സമയം എടുത്തു പറഞ്ഞാൽ ചൊല്ലിയ മങ്കൂസ് മൗലിദിന്റെ ബഹുമാനം തിരിച്ചറിയുന്നതോടുകൂടെ മാസത്തിൽ 1 തവണയെങ്കിലും മങ്കൂസ് മൗലിദ് ഓതണം എന്നൊരാൾ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്കത് ലാഭല്ലേ? ആഴ്ചയിൽ ഒരിക്കൽ മങ്കൂസ് മൗലിദ് ഓതണമെന്ന് തീരുമാനിച്ചാൽ എനിക്ക് വൻ ലാഭമല്ലേ? അതുകൊണ്ട് മാത്രം പറയട്ടെ, അന്ത ഉമ്മുൻ അമ്മബു. നബിയെ, തങ്ങൾ ഞങ്ങളെ ഉമ്മയാണോ വാപ്പയാണോ? ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ തങ്ങളോട് ചോദിക്കുകയാണ്, നബി തങ്ങളോട്, ഹബീബേ, തങ്ങൾ ഞങ്ങളുടെ ഉമ്മയാണ് അല്ല വാപ്പയാണ്? അന്ത ഉമ്മുൻ അമ്മബു. എന്നിട്ട് പിന്നെ തിരുത്തുന്നു, അല്ല,
അങ്ങ് ഞങ്ങളുടെ ഉമ്മയാണ് വാപ്പയാണെന്ന് പറഞ്ഞത് തെറ്റാ തങ്ങളെ, അത് ശരിയല്ല തങ്ങളെ. ഞങ്ങളെ വാപ്പയിലും ഉമ്മയിലും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല തങ്ങളെ. മിസ്ല ഹുസ്നിക്, അങ്ങ് ചെയ്തു തന്നതുപോലെയുള്ള ഒരു ഉപകാരം ഞങ്ങളെ വാപ്പയോ ഉമ്മയോ ഞങ്ങൾക്ക് ചെയ്തു തന്നത് ഞങ്ങൾക്കറിയില്ല തങ്ങളെ. തീരെ ഞങ്ങളെ വാപ്പയും ഉമ്മയും അങ്ങ് ചെയ്തു തന്നതുപോലെയുള്ള ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല. സയ്യിദീ ഖൈറൻ നബി, എന്റെ നേതാവായ നബിമാരിൽ അത്യുത്തമരായ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ഈ പറഞ്ഞ വരികളൊക്കെ പലപ്പോഴും വിദ്യാർത്ഥുകാർ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഇതൊക്കെ വെറുതെ ഇങ്ങനെ ആലങ്കാരികമായിട്ട് പാടിയതല്ലേ? ഒരാലങ്കാരികതയും അതിലില്ല സഹോദര. ഹബീബ് ആരാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട്, ഹബീബിന്റെ മഹത്വം മനസ്സിലാക്കാത്തത് കൊണ്ട്, ഹബീബും ഉമ്മത്തും തമ്മിലുള്ള കണക്ഷൻ അത് തിരിച്ചറിയാത്ത വിവരദോഷികൾക്ക് മാത്രമേ ഇത് പറയാൻ കഴിയുള്ളൂ. ഇത് ആലങ്കാരികാണ്. സ്വഹാബത്ത് നബി തങ്ങളുടെ അടുത്ത് വന്ന് പറയാറുണ്ടായിരുന്നു. എന്താ പറയാറുള്ളത്? ഫിദാകാ ബി വ ഉമ്മി യാ റസൂലല്ലാഹ്, നബിയെ തങ്ങൾക്ക് വേണ്ടി എന്റെ വാപ്പാനെയും ഉമ്മാനെയും വേണമെങ്കിൽ അറുത്ത് ദണ്ഡം ചെയ്യാൻ ഞാൻ തയ്യാറാണ്, ദണ്ഡം ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു. എന്താ കാരണം? അത് ആലങ്കാരികമല്ല, അത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. എന്തുകൊണ്ട്? ഈ ലോകത്ത് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്, ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവന്റെ ഉമ്മയും വാപ്പയുമാണ്. ഇതിനോട് യോജിക്കാൻ കഴിയാത്ത ആരും എന്റെ സദസ്സിലുണ്ടാവൂല. അതിനൊരു വിശദീകരണം വേണമെന്നും എനിക്ക് തോന്നുന്നില്ല. ലോകത്ത് കളങ്കല്ലാത്ത സ്നേഹം നമുക്ക് തരുന്നത് ആരാ? വാപ്പയുമ്മയാണ്. ചിലർക്കെങ്കിലും തോന്നിയേക്കാം വെറുതെയാണ്, എന്റെ ഉമ്മ എനിക്ക് സ്നേഹം തരുന്നില്ല, എന്റെ കെട്ടിയോളാണ് തോന്നുന്നുണ്ടാവും. ചിലർക്ക് കെട്ടിയോനാണ് എന്ന് തോന്നുന്നുണ്ടാവും, ചിലർക്ക് മക്കളാന്ന് തോന്നുന്നുണ്ടാകും, ഒക്കെ ഉണ്ടാകും. ഞാൻ പറയുന്നു, ഉമ്മാനെ പോലെ വാപ്പാനെ പോലെ കളങ്കരഹിതമായ സ്നേഹം തരാൻ ലോകത്ത് ഒരാളില്ല. എന്തേ കാരണം? നിങ്ങളിപ്പോ കെട്ടിയോൾക്കാണ് കൂടുതൽ സ്നേഹം നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ, അവളുമായിട്ടൊന്ന് പിണങ്ങി നോക്കണം, വിവരം അറിയണമെങ്കിൽ. ഇപ്പോഴുള്ള ഈ ലോകം എന്നാണ് തെറ്റി നോക്കണം അല്ലേ? കുടുംബ കോടതി കയറ്റി മുട്ടുംകാലോട് കൂട്ടിക്കും. ഉറപ്പാണ്, ഒരു പ്രയാസം ഉണ്ടാവില്ല. നിങ്ങളെ പേരിൽ കേസ് കൊടുക്കാനും നിങ്ങളെ നടത്തിക്കാനും അത് പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ ഒരു വേദന പോലും ഉണ്ടാവില്ല. കേസ് കൊടുത്തൊരു കാലാവധി തീർന്ന് നിങ്ങൾ ഇറങ്ങുമ്പോഴേക്ക് അടുത്ത കേസ് കൊടുത്തിട്ട് വീണ്ടും കൂട്ടിലാക്കും. ഒരു വിഷമം ഉണ്ടാവില്ല. നിങ്ങൾ വലിയ ചക്കരയാണ്, നിമ്മപ്പൊന്നാന്ന് കരുതിയ നിങ്ങളെ ഭാര്യ നിങ്ങളെ ശരിക്ക് പാഠം പഠിപ്പിക്കും. എന്നാൽ ഉമ്മയെ ഒരാൾ തള്ളി, സപ്പോസ് സങ്കല്പിക്കാം, ഉമ്മയെ ഒരാൾ തള്ളി, ഉമ്മ കേസ് കൊടുത്തു, ഉമ്മ പരാതി കൊടുത്തു, പെറ്റീഷൻ നൽകി, പോലീസ് വന്നു, വീട്ടിൽ വന്ന് തപ്പി, നമ്മളെ പിടിച്ച് പോലീസ് വണ്ടിയിലിട്ട് പോലീസ് പോവുക. റോട്ടിലൂടെ പോലീസ് വണ്ടിയിൽ കുതിക്കുമ്പോ ഉമ്മ കുറുക്കിന് ചാടി റോട്ടിന്റെ മുമ്പിലേക്ക് എത്തിയിട്ട്, പോലീസ് വണ്ടിയുടെ മുമ്പിലെത്തിയിട്ട് വണ്ടി തടയുന്നു. എന്റെ മോനെ കൊണ്ടുപോകരുത്. എന്തേ ഉമ്മ? നിങ്ങളെ തല്ലിയത് ഇവനല്ലേ? ആണ്. ഇവനെ പിടിച്ച് ശിക്ഷിക്കണമെന്ന് പറഞ്ഞ് പരാതി തന്നത് നിങ്ങളല്ലേ? ആണ്. പിന്നെന്തുകൊണ്ട് നിങ്ങൾ തടയുന്നു? അതൊക്കെ ശരിയാണ്, പക്ഷെ അവനെ നിങ്ങൾ തല്ലുന്നത് എനിക്ക് ഇഷ്ടമല്ല അല്ലേ? ഉമ്മയുടെ മനസ്സിതാണ് ഞാൻ പറയുന്നത്. ഉമ്മയെപ്പോലെ സ്നേഹിക്കാൻ ലോകത്ത് മറ്റൊരാളില്ല. വാപ്പയെപ്പോലെ ഉമ്മയെപ്പോലെ കളങ്കമില്ലാത്ത സ്നേഹം തരാൻ പറ്റുന്ന ഒരാള് ലോകത്ത് വേറെ ഒരു പടപ്പില്ല. അതുകൊണ്ട് തന്നെ ഹബീബായ നബിതങ്ങളുടെ സ്നേഹ പ്രകടനങ്ങൾ, ഉമ്മത്തിന് വേണ്ടി ഹബീബ് സഹിച്ചതും ഉമ്മത്തിനെ താങ്ങിയതും, ഉമ്മത്തിന് വേണ്ടി ഹബീബ് നടത്തിയ സഹകരണങ്ങളും, ഇതെല്ലാം വായിച്ചെടുത്ത മഖ്ദൂം തങ്ങള് ഹബീബിന്റെ സ്നേഹമൊന്ന് വർണ്ണിക്കുമ്പോ, ഹബീബിന്റെ ഒത്താശയൊന്ന് പറയാൻ ഉദ്ദേശിക്കുമ്പോ അവിടുന്ന് ചോദിക്കുകയാണ്, അന്ത ഉമ്മുൻ നബിയെ, നിങ്ങൾ ഞങ്ങളെ വാപ്പയാണോ ഉമ്മയാണോ തോന്നിപ്പോവാണ് ഞങ്ങളെ നോക്കണത് കണ്ടിട്ട്. എന്തോ ഒരു സ്നേഹ തങ്ങൾക്ക്. എന്നിട്ട് പിന്നെ കവി മഖ്ദൂം തങ്ങൾ ആഴത്തിൽ ആലോചിക്കുക. മഖ്ദൂം തങ്ങൾ പറഞ്ഞു, അല്ലട്ടോ, അത് ഒറ്റയടിക്ക് അങ്ങനെ തോന്നിപ്പോയടാ.
ആഴത്തിൽ ആലോചിച്ചപ്പോൾ ഒരു വാപ്പയും ഉമ്മയും നബിയെ തങ്ങൾ ചെയ്തതുപോലെയുള്ള ഉപകാരം ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടേയില്ല. ഉറപ്പാണ്. എന്തേ കാരണം? ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഞാൻ ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ പറയാം. ഉഹദ് രണാങ്കണത്തിൽ നിന്ന് ഓടി വരുന്ന ഒരു സ്വഹാബി. എന്താണ് ആ സ്വഹാബിയുടെ പരാതി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നു. എങ്ങനെയാ ഓടി വരുന്നത്? ആ കാലിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഒറ്റക്കാലിൽ തുള്ളി തുള്ളി വരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അതീഖ് റളിയല്ലാഹു അൻഹു. എന്താ കാരണം? മുട്ടിന്റെ താഴോട്ട് അതാ യുദ്ധത്തിൽ പരിക്കേറ്റ് എല്ല് പൊട്ടിയിരിക്കുന്നു. കാലിന്റെ എല്ല് പൊട്ടിയിരിക്കുന്നു. കാലിന്റെ എല്ല് പൊട്ടിയിരിക്കുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ കാലിന്റെ എല്ല് പൊട്ടിയതുകൊണ്ട് ഓടി വരുന്നു നബി സല്ലല്ലാഹു തുള്ളിച്ചാടി തിരുനബിയുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, ഒപ്പിച്ചൊപ്പിച്ച് തങ്ങളെ അടുത്തുവരെ തുള്ളിച്ചാടി വന്നു. ഒറ്റക്കാലിൽ ചാടി വന്നു. നബിയേ, എന്റെ കാലിന്റെ എല്ല് പൊട്ടിപ്പോയി. സ്വഹീഹായ ഹദീസിൽ കാണാം. ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമസഹ അലൈഹാ ബിയദിഹി ശരീഫ, അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ആ കാലിൽ ഒന്നങ്ങ് തടവി കൊടുത്തു, ഒന്നങ്ങ് ഒഴിഞ്ഞു കൊടുത്തു. ഫസ്വാറതു സ്വഹീഹതൻ, അതോടുകൂടെ ആ കാല് പൂർവസ്ഥിതിയിലായി. എല്ലുകൾ ചേർന്നു കൂടി പൂർവസ്ഥിതി പ്രാപിച്ചു. ഒരു കുഴപ്പമില്ല. ആ മനുഷ്യൻ ആ കാലുകൊണ്ട് നടന്നു പോകുന്നു. ആരോഗ്യമുള്ള കാല്. വേറെ ഒരാള് വരുന്നു മൗത്തത്ത് രണാങ്കണത്തിൽ നിന്ന്. ഖത്താദ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, നബിയേ, ശത്രുപക്ഷത്തു നിന്നൊരു അമ്പ് വന്നിട്ട് എന്റെ കണ്ണിന്റെ തൊട്ടടുത്ത് തറച്ചു. ആ അമ്പ് ഞാനിങ്ങനെ വലിച്ചോരുമ്പോ എന്റെ കണ്ണിന്റെ ഉള്ളിലുള്ള ഐബോൾ അഥവാ കൃഷ്ണമണി, കണ്ണിലെ കൃഷ്ണമണി, അതും കൂടെ ഞാൻ ഊരുമ്പം പുറത്തേക്ക് വന്നു. ഇതാ നബിയെ തുറിച്ചു നിൽക്കുന്നു. ഹബീബിന് കാണിച്ചു കൊടുക്കുകയാണ്. കണ്ണ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ കണ്ണിങ്ങനെ താങ്ങിയിട്ട് പറഞ്ഞു, നബിയെ, എന്റെ കണ്ണ്. ഹബീബായ നബി തങ്ങൾ അടുത്ത് നിൽക്കാൻ പറഞ്ഞു. അടുത്ത് നിന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ കണ്ണിന്റെ കൃഷ്ണമണി എടുത്ത് ഹബീബ് തൽസ്ഥാനത്തേക്ക്, യഥാർത്ഥ പൊസിഷനിലേക്ക് ഹബീബിന്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് എടുത്തങ്ങ് വെച്ചു കൊടുക്കുക. അതേ, ഒന്ന് അവിടുത്തെ ഉമിനീര്, ശറഫാക്കപ്പെട്ട ഉമിനീരെടുത്തൊന്നങ്ങ് പുരട്ടിക്കൊടുത്തു. അത് ശരിയായി. ഞാൻ പറയട്ടെ, ഇതേ കേസ് ഒരു വാപ്പന്റെ ഉമ്മന്റെ മുമ്പിലെത്തിയാൽ എന്തു ചെയ്യാനാവും? ഭൗതിക കാര്യങ്ങളിൽ തന്നെ, അഭൗതിക കാര്യങ്ങളൊന്നുമല്ല, ഭൗതിക വിഷയങ്ങളിൽ ഒരുമ്മക്കും ഉപ്പക്കും നൽകാൻ കഴിയാത്ത സഹകരണമാണ് മുഹമ്മദ് റസൂലുള്ളാഹി നൽകിയത്. നിങ്ങൾ വീണ് കാലൊടിഞ്ഞു, നിങ്ങൾ മോട്ടോർ സൈക്കിളിൽ നിന്ന് വീണു, നിങ്ങളെ കാല് പൊട്ടി, ഉപ്പ വിവരമറിഞ്ഞാൽ ഉടനെ വണ്ടി വിളിച്ചെത്തുന്നു. അല്ലെങ്കിൽ മുറ്റത്തുകൂടെ നടക്കുമ്പോ നിങ്ങൾ വീണു കാലൊടിഞ്ഞു, ഉപ്പ വേഗം വണ്ടി വിളിച്ചു. ഏറ്റവും നല്ല എല്ലു വിദഗ്ധൻ എവിടെയെന്ന് ചോദിച്ച ആ എല്ലു വിദഗ്ധനെ കാണാൻ പോകുന്നു. അങ്ങോട്ടാ പോകുക. അതെ, പെരിന്തൽമണ്ണയിൽ നല്ല എല്ലു വിദഗ്ധനുണ്ട്, അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. നേരെ വിട്ടു. അവിടെ കൊണ്ടുപോയി ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തു. കമ്പിയിട്ടു. കമ്പികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോർത്ത് കെട്ടിയിട്ട് കമ്പിയിട്ട് ഒരേ കിടപ്പ് അനങ്ങാതെ കിടക്കണമെന്ന് പറഞ്ഞു. ഒറ്റക്കിടപ്പ്. അപ്പൊ മൂത്രിക്കാനും കാഷ്ടിക്കാനും ഒക്കെ അതൊക്കെ കിടക്കുന്നിടത്ത് നിന്ന് മൂത്രവും കാഷ്ടവും എടുത്തൂല. എത്രയോ കാലം അങ്ങനെ സഹിച്ചു ഈ പാവം. വേദന സഹിക്കണം ഓപ്പറേഷന്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാഷ്ടവും മൂത്രവും എടുക്കുന്ന മാനസിക വേദന വേറെ സഹിക്കണം. വേറൊരാൾ ഇത് താങ്ങുന്ന എടുക്കുന്ന വേദന അത് വേറെ സഹിക്കണം. എന്നിട്ട് കുറെ കാലം കഴിഞ്ഞു, എല്ലുകളൊക്കെ പൂത്തു ഇറങ്ങി ചേർന്ന് കിട്ടിയെന്ന് കണ്ടാൽ വീണ്ടും ഒരു ഓപ്പറേഷൻ. എന്തിനാ വീണ്ടും ഒരു ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഈ എല്ലുകൾ, ഈ കമ്പികൾ പുറത്താക്കാൻ. വീണ്ടും കിടക്കണം ഇതുപോലെ. ഞാൻ പറയുന്നത് ഒരുപാട് കഷ്ടവും മൂത്രവും ഒക്കെ കിടന്ന കിടക്കയിൽ നിന്നെടുത്ത് ഒരുപാട് വേദന സഹിച്ച് കരഞ്ഞും സങ്കടപ്പെട്ടു. ഇങ്ങനെ ഒന്ന് എല്ല് പൊട്ടിക്കിട്ടിയാൽ ചുരുങ്ങിയതൊരു കൊല്ലമെങ്കിലും കിടക്കണമെങ്കിൽ സുഹൃത്തുക്കളെ, മുത്തുനബിയുടെ മുമ്പിൽ സമാന കേസുകൾക്ക് ഒരു ഹോസ്പിറ്റലിലും എത്തിക്കുന്നില്ല, ഓപ്പറേഷൻ ഇല്ല, കമ്പിയിടുന്നില്ല, കിടന്നിടത്ത് നിന്ന് മൂത്രവും കാഷ്ടവും എടുക്കണ്ട. ഹബീബിന്റെ ചികിത്സ
ചികിത്സാ രീതി. ഒന്ന് നോക്കിയിട്ട്, ഒന്ന് ഊതിയിട്ട്, ഒന്ന് തടവിയിട്ട്, ഒന്ന് ഊതിയിട്ടും ഒന്ന് തടവിയിട്ടും ഒന്ന് നോക്കിയിട്ടും ഒന്ന് പ്രാർത്ഥിച്ചിട്ടുമൊക്കെ സുഖപ്പെടുത്തുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോട് എങ്ങനെ പറയാതിരിക്കും? ഒന്ന് ഉള്ളിൽ തട്ടിപ്പാടൂ പ്രിയപ്പെട്ട കൂട്ടുകാരെ. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي الصلاة. ഒരൊറ്റ വരിയുടെ ആവേശം. ചെറുതായിട്ടൊരു ഉദാഹരണം പറഞ്ഞതാണ്. ആ വരിയെക്കുറിച്ച് വിശദീകരിച്ച് ചെറിയൊരു മോഡൽ നിങ്ങളെ കാണിച്ചതാണ്. നേരത്തെ ചില്ലിനാട്ടി ഉഷാറുണ്ടല്ലോ ഇപ്പൊ സലാത്തിനില്ലേ? ഉണ്ട്. നേരത്തെ ഒരു വയലിച്ചുണ്ടായിരുന്നു, അപ്പൊ അതില്ല. നല്ല ഉഷാറ് കൂടി. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ മങ്കൂസ് മൗലിദിന്റെ ആ CD മുഴുവനും കേൾക്കണം. ബഹുമാനപ്പെട്ട മഹാന്മാര് എത്ര ആളുകളാ അതിന് വ്യാഖ്യാനം എഴുതിയ മങ്കൂസ് മൗലിദിന് പല വ്യാഖ്യാനങ്ങളും തേടിപ്പിടിച്ച് നടത്തിയ ഒരു 5 ദിവസത്തെ പ്രഭാഷണം, 12 മണിക്കൂർ പ്രഭാഷണം. കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങി കേൾക്കണം. മഖ്ദൂം തങ്ങൾ നമുക്ക് ചെയ്തു തന്ന ഖിദ്മ ചെറുതല്ല, നമ്മളത് മറന്നു പോകരുത്. ഇതൊക്കെ പാടുന്നവരും പറയുന്നവരുമായിട്ട് തന്നെ നമുക്ക് ജീവിച്ച് മരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് സാദാത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചത്, അതാണ് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് അതൊരൊറ്റ വേദിയിൽ ഒഴിവാക്കാതെ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ വിശദീകരിക്കാറില്ല പല വേദികളിലും. അത് ഞാനൊന്നൊരു ടേസ്റ്റ്, അതിന്റെ ഒരു ചെറിയ അനുഭവത്തിന് വേണ്ടി നിങ്ങളോടൊന്ന് പറഞ്ഞു എന്ന് മാത്രം, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെയാണ് മങ്കൂസ് മൗലിദിലെ മുഴുവൻ വരികളുടെയും അവസ്ഥ. എത്ര നല്ല വരികൾ, മനസ്സിലേക്ക് തുളച്ചു കയറുന്ന പ്രയോഗങ്ങളാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ നടത്തിയത്. അപ്പൊ ശരിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ കാര്യം പരിഹരിക്കും എന്ന് ഉറപ്പോടുകൂടി ഞാൻ ചോദിക്കുകയാണെങ്കിൽ കിട്ടും. അതുകൊണ്ടാണ് എന്റെ സ്വന്തം നാട്ടിൽ വെച്ച് ഞാനത് നടത്താൻ കാരണം, എന്റെ നാട്ടിൽ എല്ലാ തിങ്കളാഴ്ച രാവും മങ്കൂസ് മൗലിദ് ഫുള്ളോതാണ്. പുതിയൊരു മുദരിസ് ചുമതലയെടുക്കുകയാണെങ്കിൽ ഏത് ഡിമാൻഡ് പറയുന്നതിന് മുമ്പും കമ്മിറ്റിക്കാരാദ്യം പറയാം. കുറെ കാലങ്ങളായി, ഒരു 6-7 വർഷമായിട്ട് ഞാനും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കല്ല ഓർമ്മ ഉണ്ട്. കമ്മിറ്റിക്കാർ നേരത്തെയുള്ള ശീലാണത്ര. ആദ്യം പറയാം, ഇവിടെ തിങ്കളാഴ്ച രാവ് ഒരു മൗലിദുണ്ട്, അത് ഉസ്താദും കുട്ടികളും ആദ്യം മുതൽ അവസാനം വരെ ഓതണം. മങ്കൂസ് മൗലിദ് നാട്ടിലെ കാരണവന്മാർക്കൊക്കെ മങ്കൂസ് മൗലിദ് കാണാൻ പാടാം, ഹദീസും. കാരണം ഓലൊക്കെ 60-65 കൊല്ലമായി ഇത് ഓതാൻ തുടങ്ങിയിട്ട്. പ്രായമുള്ള ആളുകൾ, ഇതിന് വളരെ പഴക്കമുണ്ട് അത്ര. 100 വയസ്സിലധികം പ്രായമുള്ള ഒരു ഉപ്പ, ആജീവനാന്തോ അദ്ദേഹം പള്ളിയുടെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ ഉപ്പ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാലങ്ങളായിട്ട്, കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനൊക്കെ ഓർമ്മയുണ്ട്. ഏകദേശം 60-70 കൊല്ലങ്ങൾ പഴക്കമുണ്ട് അത്ര ഈ മൗലിദിന്. നാട്ടിൽ തലമത്തൊട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രോഗം വന്നു. ജനങ്ങൾ ധാരാളം മരിക്കാൻ തുടങ്ങിയപ്പോൾ അന്നവിടെ ഇങ്ങനെ കടന്നു വന്നിരുന്ന മാഹിക്കാരനായ ഒരു വലിയ ആരിഫായന് എന്നറിയപ്പെടുന്ന ഒരാള് ഇടക്കിടക്കൊരു മുസാഫിറായിട്ട് അവിടെ വരാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൽ ജനങ്ങൾക്ക് നല്ല വിശ്വാസമായിരുന്നു. അദ്ദേഹത്തോട് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ, നിങ്ങൾ മങ്കൂസ് മൗലിദ് എല്ലാ തിങ്കളാഴ്ച രാവ് ഓദിക്കോ, ഞായറാഴ്ച രാത്രി എന്നങ്ങളെ നാട്ടിൽ നിന്ന് ഈ ബലാവ് ഉയരും. അതങ്ങോട്ട് ഓതാൻ തുടങ്ങിയപ്പോൾ ഒറ്റ ആഴ്ച കൊണ്ട് രോഗം സുഖപ്പെട്ടു. ഇന്നും അത് തുടരാം. ഇപ്പോഴും ഒന്നാമത്തെ ഡിമാൻഡ് മുദരിസിനും കുട്ടിയേക്കും അതാണ്, അത് ഓതിക്കോളണം. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് എന്റെ നാട്ടിലേക്കാക്കിയത്. കാരണം ഒരു 4 ആൾ കൂടുതൽ മങ്കൂസ് മൗലിദിന് കൂടി കിട്ടിയത്. കാരണം കാലം അങ്ങനെ പിന്നോട്ട് പോകുന്നതോറും അതൊക്കെ ആ മങ്കൂസ് മൗലിദിന് കൂടുന്ന 10-12 പേര് സ്ഥിരമായിട്ടുണ്ട്. ഓലെയൊക്കെ ഒരു പോയത്തക്കാരായിട്ട് ആ ചെറുപ്പക്കാർ കാണുക. അപ്പൊ ആ ഒരു അവസ്ഥ മാറിക്കിട്ടാൻ, അതിനാണ് അത് അവിടെ വെച്ച് അവതരിപ്പിക്കാൻ കാരണം. ഞാൻ പറഞ്ഞത്, ആ സീഡികൾ കേൾക്കാൻ നിങ്ങൾക്കും സൗകര്യമുണ്ട്. അരീക്കോട് മജ്മഅ് ആവാസെ ഖുർആൻ ആ സീഡികൾ പുറത്തിറക്കിയിട്ടുണ്ട്. സൗകര്യം കിട്ടുമ്പോൾ നിങ്ങൾ വാങ്ങണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഈ വേദിയിൽ വന്നാൽ എവിടെ നിന്ന് വാങ്ങാം? കാരണം ഉണ്ടോ അല്ലേന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല, പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാ കിട്ടുന്നതെങ്കിൽ വാങ്ങി കേൾക്കണം എന്ന് പ്രത്യേകം ഉണർത്തുക. ഒരാൾ വാങ്ങിയാൽ അതൊരു 4 ആളിലേക്ക് വിതരണം ചെയ്യണം. എനിക്കും കൂടെ അതിന്റെ കൂലി കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഞാൻ പറഞ്ഞു വന്നത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിസ്കാരത്തിന്റെ കാര്യം പരിശോധിച്ചപ്പോൾ നമ്മൾ വളരെ പിന്നിലാണ്. ഇനി അവിടെയല്ല, നോമ്പിന്റെ ഖുർആനോത്തിന്റെ കാര്യം പറഞ്ഞു. ഖുർആൻ ഓതുക എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ പ്രധാന അടയാളാണ്. ഖുർആൻ ഓതുക എന്നുള്ളത് അതൊരു മഹാഭാഗ്യമാണ്. ഇത് പറഞ്ഞാൽ തീരൂല, എത്ര പറഞ്ഞാലും തീരൂല. 10:30 പ്രഭാഷണം നിർത്തണമെന്ന് ഞാൻ കരുതിയത്. സമയം 10:30 അല്ലേ? 10:30 നിർത്തേണ്ടി വരും. 10:30 നിർത്താഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. തീരെ നമ്മൾ അങ്ങനെ പോകും, നേരം വെളുക്കോളും പോയാലും എവിടെ എത്തൂല. നമ്മളൊറ്റ ഉദാഹരണമേ പറഞ്ഞിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ, ബഹുമാനപ്പെട്ടവർ ധാരാളം ഖുർആൻ ഓതുമായിരുന്നു. ഞാൻ ഈ സദസ്സിനോട് പറയാണ്, അതുപോലെ അവേലത്ത് തങ്ങന്മാരും നമ്മളെ പഠിപ്പിച്ചത് ഇതായിരിക്കും. ഞാൻ നിർത്തും, 10:30 കൃത്യം നിർത്തും. 5 മിനിറ്റ് നിങ്ങൾ അവിടെ ഇരിക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ധാരാളം ഖുർആൻ ഓതുന്ന ശീലം നമുക്ക് വേണം. ഖുർആൻ ഓതാത്ത ഒരു ദിവസം ജീവിതത്തിലുണ്ടോ? അതെന്റെ നല്ല ദിനമല്ല, അതെന്റെ കറുത്ത ദിനമാണെന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് കഴിയണം, നിങ്ങൾക്ക് സാധിക്കണോ? പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, പഴയകാലത്തൊക്കെ ഇശാ മഗ്രിബിന്റെ ഇടയിൽ വീടുകളിൽ നിന്ന് ഖുർആനിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. ബീബി നഫീസയെ കുറിച്ച് അവര് 6000 ഖത്മോദി എന്നൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, 600 ഖത്മ അവകാശപ്പെടാൻ വേണ്ട, 60 ഖത്മ അവകാശപ്പെടാൻ വേണ്ട, ജീവിതത്തിൽ തെറ്റുകൾ തീർന്ന് അല്ലെങ്കിൽ കുറ്റം തീർന്ന് എന്ന് പറഞ്ഞാൽ പാരായണ രീതികളിലുള്ള തെറ്റുകളില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. കുറ്റം തീർന്ന് ഒരു ഖത്മ് ഞാൻ തീർത്തിട്ടുണ്ടെന്ന് പറയാൻ, 6 ഖത്മ തീർത്തിട്ടുണ്ടെന്ന് പറയാൻ കഴിയോ? ഒരു ഖത്മ പോലും ജീവിതത്തിൽ കഴിഞ്ഞു എന്നുറപ്പിച്ച് പറയാൻ പറ്റാത്തവരും ഒരുപക്ഷെ ഉണ്ടാവാം. ഞാൻ പറയുന്നു, നാണിക്കണം സഹോദരന്മാരെ. നമ്മളും ജീവിക്കുന്നത് അല്ലാഹുവിന്റെ ഭൂമിയിലാ, നമ്മളും തിന്നുന്നത് അല്ലാഹുവിന്റെ ഭക്ഷണമാ, നമ്മളും കുടിക്കുന്നത് അല്ലാഹുവിന്റെ വെള്ളമാ, നമ്മളും താമസിക്കുന്നത് അല്ലാഹുവിന്റെ ആകാശത്തിന് കീഴെയാണ്, അല്ലാഹുവിന്റെ ഭൂമിക്ക് മുകളിലാ. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നതോ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. ഇതേ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളില് ഇതേ വായു ശ്വസിച്ച്, ഇതേ അന്നം തിന്ന്, ഇതേ വെള്ളം കുടിച്ച് ഇവിടെ ജീവിച്ച താജുൽ ഉലമ നമുക്ക് കാണിച്ചു തന്നത് 10 ദിവസത്തിലൊരു ഖത്മോതുന്ന ശീലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. 40 ദിവസം കൂടുമ്പോൾ ഒരു ഖത്മ തീർക്കാൻ നമുക്ക് കഴിയോ മുഅ്മിനീങ്ങളെ? ദിവസം ഒരു പേജോദിയാൽ കൊല്ലത്തിലൊരു ഖത്മ തീരൂലേ? അതിനെങ്കിലും നമുക്ക് പറ്റോ? പറ്റൂലെങ്കിൽ നമ്മൾ അവരുടെ പിൻഗാമികളാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ട്? താജുൽ ഉലമയുടെ പേര് കേൾക്കുമ്പോൾ തുള്ളി തക്ബീർ ചൊല്ലുന്നതിൽ എന്തർത്ഥമുണ്ട്? സ്വന്തം മനസ്സിനെ വിചാരണ ചെയ്യണം. ഈ വാക്കെന്നോടാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളിൽ കേൾക്കണം എന്നുള്ളവർക്കത് കേൾക്കാം. എന്നോട് ആ ചോദ്യം ചോദിക്കാൻ ഞാൻ അർഹനാണെന്ന് തോന്നുന്നവർക്ക് കേൾക്കാം. ജീവിതം തിരുത്തണം. ഖുർആൻ ഒരൽപ്പം എന്നും ഓതണം. എന്നും ഖുർആൻ ഓതാൻ ഒരൽപ്പം സമയം കാണണം. അത് ജീവിതത്തിന്റെ വിജയമാകണം. സദഖ ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഒന്നൊന്നൊന്ന് പറയാൻ ഓരോ എണ്ണി പറയുമ്പോഴേക്ക് സമയം വൈകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ല നിലക്ക് ജീവിച്ചാൽ നമുക്ക് സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ തട്ടാതെ മുട്ടാതെ വീഴാതെ നമുക്ക് സഞ്ചരിക്കണം. സാദാത്യങ്ങൾ, അവേലത്തു സാദാത്യങ്ങൾ കാണിച്ചു തന്ന ജീവിത ശൈലി, അവർ കാണിച്ചു തന്ന വെളിച്ചം പിന്തുടർന്ന് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ നന്മകളും ചെയ്യാൻ ജീവിതത്തിൽ തീരുമാനിക്കുക.
എന്നാ നമ്മൾ ചെയ്താൽ തെറ്റുകുറ്റങ്ങളില്ലാത്തൊരു ജീവിതം, പ്രവാചകന്മാരിലെ മഴസീമ്യങ്ങളുള്ളൂ, നമ്മൾ തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മളെടുത്ത് വരും. പരമാവധി നന്മ ചെയ്യാം, വേണ്ടാത്തരം പരമാവധി ഒഴിവാക്കും, എന്നാലും ജീവിതത്തിൽ ഉണ്ടായിപ്പോകും. അതുകൊണ്ടാണ് വഹുവൽ അസീസുൽ ഗഫൂർ എന്ന് പറഞ്ഞ് ഈ ആയത്ത് അവസാനിപ്പിക്കാൻ കാരണം. എത്ര എന്ത് തോന്നിയാസം ചെയ്താലും അവനെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത കഴിവുകെട്ടവനല്ല റബ്ബ്. വഹുവൽ അസീസ്, അള്ളാഹു അന്തസ്സുള്ളവനാണ്. ധിക്കരിച്ചവനെ ചോദ്യം ചെയ്യാൻ കേൾപ്പുള്ളവനാ അള്ളാഹു. വഹുവൽ അസീസ്. എന്നാലോ എന്തോ ഒരു തെറ്റ് പറ്റിയാൽ അവനെ പിടിച്ച് ശിക്ഷിച്ച് അതിൽ ഊറ്റം കൊള്ളുന്നവനാണോ അള്ളാഹു? അല്ല, അൽ ഗഫൂർ ഉണ്ടെങ്കിൽ അൽ അസീസ്, അൽ ഗഫൂർ. ഇത് രണ്ടും കൂടെ എങ്ങനെ പ്രതീക്ഷയും ഭയവും, പ്രതീക്ഷയും ആശങ്കയും 50-50 ഇങ്ങനെ നിർത്തും. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എന്തായാലും സ്ഥിരമായ ഒരു പരമ്പരവേദി, അതിനൊരു കൃത്യസമയവും നേരവും ഒക്കെ വേണം, അതിലത് അവസാനിക്കും വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലം ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബന്ധപ്പെട്ടവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയും. അത് കഴിഞ്ഞാൽ ഉടനെ ചെറിയ ഒരു ദുആ, ആ ദുആ കഴിഞ്ഞിട്ട് നമുക്ക് പിരിയാം. ആരും പോകരുത് എന്ന് പ്രത്യേകം ഉണർത്തും. നാളെ ദിക്റാണ്, മഗ്‌രിബിന് മുമ്പ് തന്നെ തുടങ്ങും എന്ന് തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും നേരത്തെ എത്തണം, പരിപാടി ഭംഗിയാക്കണം, സദസ്സ് ഭംഗിയാക്കണം എന്ന് പ്രത്യേകം ഉണർത്തി തൽക്കാലം ദുആ ചെയ്യാം.